നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് 22 ഏപ്രിൽ ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ ആയിരുന്നു. 2009 ഏപ്രിൽ 22 മുതൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് ഒഫീഷ്യലി ഏപ്രിൽ 22 ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരാണ് ഒഫീഷ്യൽ അത് ഡെസിഗ്നേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഡേ എന്ന് പറയുന്നത് എർത്തിനെയും അതിന്റെ ഇക്കോസിസ്റ്റത്തിനെയും അതിന്റെ ഹ്യൂമാനിറ്റി ഒരു കോമൺ ഹോമായിട്ട് കാണണമെന്നും പീപ്പിൾസിന്റെ ലൈവ്ലിഹുഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലൈമറ്റ് ചേഞ്ച് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബയോഡൈവേഴ്സിറ്റിയുടെ കൊളാപ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. 2023 തീം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നായിരുന്നു. എന്നാൽ 2024 തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളത്. Next, CRPF ADG Nalin Prabhat became the new Chief of National Security Guard. A senior Indian Police Service officer ആണ് നളിൻ പ്രഭാത്, IPS ഓഫീസർ ആണ്. അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കൺട്രിയുടെ കൗണ്ടർ ടെററിസം അതുപോലെ കൗണ്ടർ ഹൈജാക്ക് ഫോഴ്സ് ആണ് ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത്. ഇപ്പോ ശാസ്ത്ര സീമ ഭാൽ SSB ചീഫ് ആയിട്ടുള്ള ദൽജിത് സിംഗ് ചൗധരി ആയിരുന്നു അഡീഷണൽ ചാർജ് ഓഫ് NSG ഹോൾഡ് ചെയ്തിരുന്നത്. The committee has also approved the appointment of Sapna Tiwari as a special director in the Intelligence Bureau for the tenure of 2 years. അപ്പൊ 2 വർഷത്തെ ടെന്യൂറിലേക്ക് വേണ്ടി ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടർ ആയിട്ട് സപ്ന തിവാരിയെയും കൂടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കോമൺലി നമ്മൾ വിളിക്കുന്നത് ബ്ലാക്ക് കാറ്റ്സ്, ആ പേര് പറഞ്ഞാലും നമുക്ക് അറിയുള്ളൂ. അവർ കൗണ്ടർ ടെററിസം യൂണിറ്റ് ആണ് ഇന്ത്യയിലെ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ 16 ഒക്ടോബർ 1984 ഇത് ഫൗണ്ട് ചെയ്തത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ളതിന്റെ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് കാറ്റ്സിന്റെ ഒരു സെറ്റപ്പ് വന്നത്. ടെററിസം ആക്ടിവിറ്റീസിനെ കോമ്പാക്ട് ചെയ്യാനും സ്റ്റേറ്റിനെ ഇന്റേണൽ ഡിസ്റ്റർബൻസസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, RBI അപ്രൂവ്സ് അജിത് കുമാർ KK ആസ് MD ഓഫ് ധനലക്ഷ്മി ബാങ്ക്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അജിത് കുമാർ KKനെ ധനലക്ഷ്മി ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറും ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 വർഷത്തേക്കാണ് അത് ടെന്യൂർ എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഫെഡറൽ ഓപ്പറേഷൻസ് ആൻഡ് സർവീസ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ്. ഓൺലി ഓൺ ദ സബ്സിഡിയറി ഓഫ് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്, അതിന്റെ തന്നെ ഒരു സബ്സിഡിയറിയാണ് ഇത്. സന്തോഷ് വിശ്വനാഥൻ അപ്പോയിന്റഡ് ഇന്ത്യ റീജിയൻ ഹെഡ് ഓഫ് ഇന്റൽ. അപ്പൊ കമ്പ്യൂട്ടർ ചിപ്പ് മേക്കർ ആയിട്ടുള്ള ഇന്റല് സന്തോഷ് വിശ്വനാഥൻ ഇന്ത്യൻ റീജിയൻ ബിസിനസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പരേഖ് റിസൈൻസ് ആസ് HDFC ലൈഫ് ചെയർമാൻ. KK മിസ്ട്രി ടു ചെയർ ദി ബോർഡ്. ദീപക് പരേഖ് ചെയർമാൻ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് HDFC ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് ആ റോളിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അപ്പൊ അതിന് പകരമായിട്ട് ബോർഡ് ചെയർമാൻ ആയിട്ട് വന്നത് പുതിയ ബോർഡ് ചെയർമാൻ KK മിസ്ട്രി ആണ്. ഇന്റർഗ്ലോബ് ടു ബ്രിങ് എയർ ടാക്സസ് ഇൻ 2026. അപ്പൊ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ് ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് എയർലൈൻ ആയിട്ടുള്ള ഇൻഡിഗോ ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അവര് ഓൾ ഇലക്ട്രിക് എയർ ടാക്സി സർവീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഡൽഹി കൊണോട്ട് പ്ലേസ് ടു ഹരിയാനാസ് ഗുരുഗ്രാം, ഈ 2 പ്ലേസിൽ ഡൽഹിയും ഹരിയാനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എയർ ഇലക്ട്രിക് എയർ ടാക്സിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. 2026 ആകുമ്പോഴത്തേക്കാണ് അത് പ്ലാൻ ചെയ്തത്. 2023 ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ് ആർച്ചർ ഏവിയേഷനുമായിട്ട് ചേർന്ന് ഒരു ഡീൽ സൈൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 200 VTOL എയർക്രാഫ്റ്റ് അവർ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർക്രാഫ്റ്റ് ആണ് VTOL എന്ന് പറയുന്നത്. അത് ഇറ്റ് ക്യാൻ ക്യാരി, ഒരു പൈലറ്റ്സിനെ ക്യാരി ചെയ്യും, അഡീഷണൽ ആയിട്ട് 4 പാസഞ്ചേഴ്സിനെയും കൂടെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇന്ത്യൻ നേവി കണ്ടക്ടഡ് എക്സസൈസ് പൂർവി ലഹാർ ഓൺ ഈസ്റ്റ് കോസ്റ്റ്. അപ്പൊ ഇന്ത്യൻ നേവി പൂർവി ലഹാർ എന്ന് പറയുന്ന എക്സസൈസ് ഈസ്റ്റ് കോസ്റ്റിൽ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഫ്ലാഗ് ഓഫീസർ ചീഫ് കമാൻഡിംഗ് ഇൻ ചീഫ് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ കീഴിലാണ് വരുന്നത്. ഈ എക്സസൈസ് ഷിപ്പിന്റെയും സബ്മറൈൻസിന്റെയും എയർക്രാഫ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസിന്റെ ഒക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. So, it aimed to validate the procedures and assess the Indian Navy's preparedness to address maritime security challenges in the region effectively. ഈ region Indian Navy
മാരിടൈം സെക്യൂരിറ്റി ചാലഞ്ചസ് എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, ആക്സസ് ഒക്കെ എയിം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. Kaushik Rajashekara honored with the International Fellowship by the Engineering Academy of Japan. ഒരു അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ പ്രൊഫസറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൗസ്റ്റൺ കുള്ളൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസറാണ്. ഇന്റർനാഷണൽ ഫെലോ ഓഫ് ദി എഞ്ചിനീയറിംഗ് അക്കാദമി ഓഫ് ജപ്പാനിലേക്ക് ഇലക്ട് ചെയ്തു. അപ്പൊ ഒറിജിനലി അദ്ദേഹം കർണാടകയിൽ നിന്നാണ്. 2022 രാജശേഖര റിസീവ്സ് മോസ്റ്റ് coveted prize in the field of international energy. ഇന്റർനാഷണൽ എനർജിയിൽ ഒരു പ്രൈസ് കിട്ടിയിരുന്നു, ഗ്ലോബൽ എനർജി പ്രൈസ്. അത് ഗ്ലോബൽ എനർജി അസോസിയേഷൻ ആണ് നൽകുന്നത്. നെക്സ്റ്റ്, റിയൂട്ടേഴ്സ് മുഹമ്മദ് സലീം വിൻസ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ്. അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയ ഒരു ഇമേജ് ആണ് ഇവിടെ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പാലസ്തീനിൽ നിന്നുള്ള ഒരു വ്യൂ ആണത്. ആ ഇമേജില് പാലസ്തീനിയൻ ആയിട്ടുള്ള വുമൺ ആണ് ഇരിക്കുന്നത്, ആ ബ്ലൂ ഡ്രസ്സിൽ ഇരിക്കുന്നത്. ആ വുമൺ ഷീസ് ക്രാറ്റ്ലിംഗ് ദ ബോഡി ഓഫ് ഹെർ 5-year-old niece in the Gaza Strip. ഗാസ സ്ട്രിപ്പില് അവരുടെ 5 വയസ്സുള്ള നീസിന്റെ ബോഡി കയ്യിൽ പിടിച്ചിരുന്നുകൊണ്ട് കരയുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോയ്ക്കാണ് ആ ഒരു സമ്മാനം കിട്ടിയത്. ഇന്ത്യസ് Gugesh D makes history, becomes youngest to win candidates chess tournament. D Gugesh 17-year-old ആയിട്ടുള്ള ഒരു ചെസ് കളിക്കുന്ന ഒരാളാണ്, ചെന്നൈയിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം the youngest ever winner of prestigious candidates tournament. കാൻഡിഡേറ്റ് ടൂർണമെന്റ് വിൻ ചെയ്യുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ്. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോമ്പീറ്റ് ചെയ്യുന്ന യങ്ങസ്റ്റ് ആളും ഡി ഗുഗേഷ് തന്നെയാണ്. അപ്പോ അദ്ദേഹം കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി. ഹിക്കാറു നക്കമുറേനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. D Gugesh will take on reigning world champion China's Ding Liren for the crown later this year. ഈ ഇയർ തന്നെ പിന്നീട് ചൈനയുടെ ചെസ് ടൂർണമെന്റിലെ ക്രൗൺ നേടിയ ഡിങ് ലെറനുമായിട്ടാണ് പിന്നീട് മത്സരിക്കാൻ പോകുന്നത്. D Gugesh only the second Indian after the great Vishwanath Anand to win the candidate. ഈ കാൻഡിഡേറ്റ് വിൻ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ. ആദ്യത്തെ ഇന്ത്യൻ വിശ്വനാഥ് ആനന്ദ് ആണ്, രണ്ടാമത്തെ ഇന്ത്യൻ ആണ് D Gugesh. A 5-time world champion ആയിട്ടുള്ള ആനന്ദ് ട്രിം came in 2014. Okay. Balraj Panwar secures India's first quota in rowing for Paris Olympics. അപ്പൊ ബൽരാജ് പൻവാർ ഇന്ത്യയുടെ ആദ്യത്തെ പാരീസ് ഒളിമ്പിക്സ് കോട്ട നേടിയിരിക്കുകയാണ്. By finishing third in the men's single scull event of the 2024 World Asian and Oceanian Olympic and Paralympic qualification regatta in Chungju, South Korea. സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മത്സരം നടന്നത്. മെൻസ് സിംഗിൾ സ്കള്ളില് ടോപ്പ് 5 ഒളിമ്പിക്സ്, ടോപ്പ് 5 മേക്സ് ദി ഒളിമ്പിക്സ് കട്ട്. വിനീഷ് Anshu Ritika secure Paris 2024 Olympic quota. ഇന്ത്യൻ വുമൺ റെസ്ലേഴ്സ് ആയിട്ടുള്ള വിനേഷ് ഫോഗട്ട് 50 kg വിഭാഗത്തില്, അൻഷു മാലിക് 57 kg വിഭാഗത്തില്, റീതിക 76 kg വിഭാഗത്തില്, ഇവർക്ക് 3 പേർക്കും ഏഷ്യൻ ഒളിമ്പിക് ഗെയിംസിലെ ക്വാളിഫയറിൽ കോട്ട കിട്ടിയിരിക്കുകയാണ്. കിർഗിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. So far 4 Indian women including Antim Panghal 53 kg have bagged quota places. അപ്പൊ ഇവരെ 3 പേര് ഉൾപ്പെടെ അന്തിം പങ്കാലും കൂടി ചേർന്ന് 4 ഇന്ത്യൻ വുമൻസിനാണ് ഈ ഒരു കോട്ട കിട്ടിയിരിക്കുന്നത്. Another victory for Red Bull Max Verstappen at Chinese GP. ഇപ്പൊ Red Bull Max Verstappen 3-time defending champion won the Chinese Grand Prix, making it 4 wins from 5 races in the 2024 season. 2024 സീസണില് 5 റേസസിൽ 4 വിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രീവിയസ് വിൻസ് എന്ന് പറയുന്നത് ബഹ്റിൻ GP, സൗദി അറേബ്യ GP, ജപ്പാൻ GP, ഇപ്പൊ നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് GP. So SBI, ICICI and HDFC banks in top 50 Asia Pacific Bank S&P Global. 3 ഇന്ത്യൻ ലെൻഡേഴ്സിനാണ് ഈ ഒരു ടോപ്പ് 5 ബാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഏഷ്യ പസഫിക് റീജിയനിലെ 2023 ലിസ്റ്റ് ആണ്. ഇപ്പൊ ഫ്രണ്ട് 2022 2 ആയിരുന്നു, അതിപ്പോ എന്താ പറയാ 3 ആയിട്ടുണ്ട്. സോറി, ഇൻ ടോപ്പ് 50 3 ആയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക് ആണ് ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. Pyeongchi 1-2 and Hwasal 1 RA3 North Korea test cruise missile warhead.
നോർത്ത് കൊറിയ സൂപ്പർ ലാർജ് ക്രൂയിസ് മിസൈൽ വാർഹെഡ് അവർ പരീക്ഷിച്ചിരിക്കുകയാണ്. ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ ആണ് പുതിയത്. വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയയിലാണ് അവർ ആ പരീക്ഷണം നടത്തിയത്. UV-Col S, WHO approves new oral cholera vaccine. ഇപ്പൊ കോളറ വാക്സിന്റെ പേരാണ് ഈ UV-Col S എന്ന് പറയുന്നത്. കോളറ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ഡയറിയൽ ഇൻഫെക്ഷൻ ആണ്. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ വാട്ടറിന്റെ ഇഞ്ചക്ഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ ആയിട്ടുള്ള വിബ്രിയോ കോളറയാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ UV-Col S നെ കുറിച്ച് നമുക്ക് നോക്കാം. എക്സിസ്റ്റിംഗ് വാക്സിന്റെ അത്രയും തന്നെ സിമിലർ എഫിക്കസി ഉണ്ട്, പക്ഷേ ഒരു സിംപ്ലിഫൈഡ് ഫോർമുലേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാപ്പിഡ്ലി increasing protection and supply which many communities battle with cholera outbreaks urgently need. അപ്പോൾ വളരെ റാപ്പിഡ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന, സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കോളറ ഔട്ട്ബ്രേക്സ് ഇപ്പൊ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എവിക്കോൾ എസ് എന്ന് പറയുന്നത് യു ബയോളജിക്കൽ സ്കോ ലിമിറ്റഡ് എന്ന് പറയുന്ന റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഒരു കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. Fossils of colossal snake Vasuki unearthed in India mine. IIT റൂർക്കേലയിലെ സയന്റിസ്റ്റ് ഒരു വെർട്ടിബ്രയുടെ ഫോസിൽ അൺഎർത്ത് ചെയ്തു. ലാർജസ്റ്റ് സ്നേക്ക് ദാറ്റ് എവർ ലിവ്ഡ്, അതായത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്നേക്കിന്റെ ഫോസിലാണ് അവർക്ക് കിട്ടിയത്. ഇതൊരു ലിഗ്നൈറ്റ് മൈനിൽ നിന്നാണ് കിട്ടിയത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ പനന്ത്രോ എന്ന് പറയുന്ന ഒരു ഏരിയ എന്നതാണ്. അപ്പൊ സയന്റിസ്റ്റ് അതിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ മിത്തോളജിയിൽ വാസുകി എന്ന് പറയുന്നത് വളരെ വലിയൊരു സർപ്പത്തിന്റെ പേരാണ്. അപ്പൊ ആ ഒരു പേര് തന്നെയാണ് ഇവിടെ ഇതിനും കൊടുത്തിരിക്കുന്നത്, വാസുകി ഇൻഡിക്കസ്. ഈ മോൺസ്റ്റർ സ്നേക്ക് എന്ന് പറയുന്നത് ഒരു 49 feet ആയിരിക്കും അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ഏകദേശം 15 meters. ഓക്കെ, 77 million years ago ആണ് ഇത് ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ഒരു മോഡേൺ ഡേ ലാർജ് പൈത്തനെ പോലെ ഇരിക്കും. ഇത് അങ്ങനെ വെനമസ് അല്ല, വെനയില്ല. സോ സയന്റിസ്റ്റ് 27 വെർട്ടിബ്രയാണ് ആ സ്നേക്കിന്റെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയത്. സെയിം ഇൻക്ലൂഡിംഗ് എ ഫ്യൂ സ്റ്റിൽ ഇൻ ദ സെയിം പൊസിഷൻ as they would have been when the limbless reptile was alive. അതായത് ലിംബ്ലെസ് റെപ്റ്റൈൽ അലൈവ് ചെയ്തിരുന്ന അതേ സെയിം പൊസിഷനിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് 27 വെർട്ടിബ്രയുള്ള ഈ ഒരു സ്നേക്കിനെയും കൂടെ കിട്ടിയത്. അപ്പൊ വാസുകി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേക്ക് കിങ് ആണ്. നമ്മുടെ മിത്തോളജി, ഹിന്ദു ഡൈറ്റി ശിവയുടെ മിത്തോളജി പറയുമ്പോൾ സ്നേക്ക് കിങ് ആണ് വാസുകി. അപ്പൊ ഈ പറയുന്ന പോലെ പ്രീ ഹിസ്റ്റോറിക് സ്നേക്ക് ആയിട്ടുള്ള ഭയങ്കര ഹ്യൂജ് സൈസ് ആയിട്ടുള്ള ഒന്നാണ് ടിറ്റാനോബോ എന്ന് പറയുന്നത്. അതിന്റെ ഫോസിൽസ് നമ്മൾ കൊളംബിയയിലെ കോൾ മൈൻസിൽ നിന്ന് കിട്ടിയിരുന്നു 2009. അപ്പൊ ഈ ഹ്യൂജ് സ്നേക്സ് എന്ന് പറയുന്നത് സീറോസോയിക് എറയിലായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. So, which began after the dinosaur age ended 66 million years ago. അപ്പൊ ഇത് ബിഗെയിൻ ചെയ്തത് ഡൈനോസർ ഏജ് എൻഡ് ചെയ്തതിന്റെ സമയത്താണ്. 66 million years ago ആണ് നടന്നിരുന്നത്. വാസുകി എന്ന് പറയുന്നത് മെഡ്സ്റ്റോസോയിഡ് എന്ന് പറയുന്ന ഒരു സ്നേക്ക് ഫാമിലിയിലെ മെമ്പർ ആണ്. അത് റഫ്ലി ഒരു 90 million years ago ആണ് അപ്പിയർ ചെയ്തിരുന്നത്. പക്ഷെ അത് പിന്നീട് 12,000 years ago അത് എക്സ്റ്റിങ്ക്ട് ആയി പോയി. ഈ സ്നേക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തും, മെയിനായിട്ട് സദേൺ യൂറേഷ്യൻ അതുപോലെ നോർത്ത് ആഫ്രിക്കൻ റീജിയൻസിലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സിലും ഒക്കെയാണ് കൂടുതലായിട്ട് 50 million years ago വരെ സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് 23rd April വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിരുന്നു. വേൾഡ് ബുക്ക് ഡേ എന്ന് പറയുന്നത് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ദി ബുക്ക് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. യുനെസ്കോ നെയിംസ് സ്ട്രാസ്ബോർഗ്, ഫ്രാൻസ് ആണ് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2024. ഫ്രാൻസിലെ സ്റ്റാൻസ്ബോർഗിനെയാണ്, സ്ട്രാസ്ബോർഗ് എന്ന് പറയുന്ന സ്ഥലത്തെയാണ് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2024 ആയിട്ട് യുനെസ്കോ പറഞ്ഞ നെയിം. അപ്പൊ 23rd April എന്ന് പറയുന്ന ഒരു സിംബോളിക് ഡേറ്റ് ആണ് വേൾഡ് ലിറ്ററേച്ചറിൽ. അതായത് സെവറൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഓതേഴ്സ്, അതായത് വില്യം ഷേക്സ്പിയർ, മിക്കുൾ ഡി സെർവന്റീസ് ഒക്കെ മരിച്ചുപോയ ഒരു ഡേ ആണ് ഈ April 23rd എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വേൾഡ് ബുക്ക് ഡേ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്ത് 1995 23rd April ആണ്. ഈ ഡേ ഷേക്സ്പിയേഴ്സ് ഡേ ആയിട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടു മാർക്ക് ദ ബർത്ത് ആൻഡ് ഡെത്ത് ആനിവേഴ്സറി ഓഫ് വില്യം ഷേക്സ്പിയർ. 23rd April അതുപോലെ തന്നെ വേൾഡ് ടേബിൾ ടെന്നീസ് ഡേയും കൂടെ ആയിരുന്നു. അത് ഇവോർ മൊണ്ടേഗു ഫസ്റ്റ് വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്ത 1926 ഓർഗനൈസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ഓണർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. And the founder and the first president of IITTF. വേൾഡ് ടേബിൾ ടെന്നീസ് ഡേ എന്ന് പറയുന്നത് ആനുവലി നമ്മൾ ഏപ്രിൽ 2015 മുതൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. തീം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണ്.
India, fourth largest military spender. Overall global spending accelerate. SIPRI report. ലേറ്റസ്റ്റ് റിപ്പോർട്ട് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് SIPRI. അതിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് മിലിറ്ററി ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡറിൽ ഫോർത്ത് ലാർജസ്റ്റ് ആണ് 2023. 83.6 മില്യൺ ആണ് ഇന്ത്യയുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4.2% 2022 കൂടിയിരിക്കുകയാണ്. അപ്പൊ മീൻവൈൽ ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 6.82 2,443 ബില്യൺ ഇൻ 2023 എത്തി നിൽക്കുകയാണ്. അപ്പൊ ഭയങ്കര ആനുവൽ റേസ് ആണ് 2009 നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം 10 ലാർജസ്റ്റ് സ്പെൻഡേഴ്സ് ആണ് 2023 അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, റഷ്യ ഒക്കെയാണ് കൂടുതലായിട്ട് ഇവരുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ലാർജസ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ഇൻ മിലിറ്ററി സ്പെൻഡിങ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അതുപോലെ ഒക്കെയാണ് നടന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ ആംസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആംസ് മിലിറ്ററി സ്പെൻഡിങ് നടത്തിയത് കോങ്കോ ഒക്കെയാണ്. സൗത്ത് സുഡാൻ ആണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. കാരണം സുഡാനീസ് സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോങ്കോയിലാണെങ്കിൽ ഗവൺമെന്റും നോൺ സ്റ്റേറ്റ് ആംഡ് ഗ്രൂപ്പ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ഗ്രേറ്റ് നിക്കോബാർ particularly vulnerable tribal group ഷോംപൻ cast their vote for the first time. അപ്പോൾ ആദ്യമായിട്ട് ഷോംപൻ ട്രൈബിൽ നിന്നുള്ള മെമ്പേഴ്സ്, അത് particularly vulnerable tribal ഗ്രൂപ്പ് ആണ്, നിക്കോബാർ ഐലൻഡ്സിലുള്ള ആൾക്കാരാണ്. അവര് മെയിൻ ആയിട്ട് ഡെൻസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് കാണുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ. അവർ ആദ്യമായി ഇലക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവരുടെ വോട്ട് അവർ കാസ്റ്റ് ചെയ്തു. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അവർ വോട്ട് കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഷോംപൻ എന്ന് പറയുന്നത് ദ ഓൺലി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ റീജിയൻ ആണ്. ഈ മംഗോളോയിഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അവര്. ലൈറ്റ് ബ്രൗൺ ടു യെല്ലോ ബ്രൗൺ സ്കിൻ ആണ് അവർക്കുള്ളത്. ഒബ്ലീക്ക് ഐ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 229 ആണ് 2011 സെൻസസ് ഡാറ്റ പ്രകാരം. ഇനി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നോക്കാം. അത് ട്രൈബൽ ഗ്രൂപ്പ്സിൽ തന്നെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1975 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 52 ട്രൈബൽ ഗ്രൂപ്പ്സിനെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ധേബർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തത്. കറന്റ്ലി 75ഓളം പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആണ് ഇന്ത്യയിലുള്ളത്. 705 ഷെഡ്യൂൾഡ് ട്രൈബ്സിലെ 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. ഈ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റാഗ്നന്റ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആയിരിക്കും. ടെക്നോളജി എന്ന് പറയുന്നത് പ്രീ അഗ്രികൾച്ചറൽ ടെക്നോളജിയാണ്. ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ ആയിരിക്കും. എക്കണോമിക് സബ്സിസ്റ്റൻസ് ലെവൽ ആയിരിക്കും. പ്രഗ്യ മിശ്ര അപ്പോയിന്റഡ് as OpenAI's ഫസ്റ്റ് എംപ്ലോയി ഇൻ ഇന്ത്യ. അപ്പൊ OpenAIന്റെ അപ്പൊ അതെന്ന് പറയുന്നത് ChatGPT ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷൻ ആണ്. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ ഇന്ത്യയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് പ്രഗ്യ മിശ്ര ടു ഫെസിലിറ്റേറ്റ് ഗവൺമെന്റ് റിലേഷൻസ് ഓൺ ജനറേറ്റിംഗ് AI പ്രൊഡക്ട്സ്. ഓക്കെ. സിട്രോയിൻ ഇന്ത്യ റോക്സ് ഇൻ MS ധോണി ആസ് ബ്രാൻഡ് അംബാസിഡർ. സിട്രോയിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഓട്ടോമേക്കർ ആണ്. അവര് ക്രിക്കറ്റ് ലെജൻഡ് ആയിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവിടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കുകയാണ്. ഈ കമ്പനി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ന്യൂ ആണ്. ഇന്ത്യൻ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന പുതിയ ഒരു കമ്പനിയാണ്. ശൃംഗേരി സ്ഥിർ ജഗദ്ഗുരു ശ്രീ വിദുഷുഗാര ഭാരതി റിലീസസ് ബുക്ക് ഓതേർഡ് ബൈ ഗോവ ഗവർണർ. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന് പറയുന്ന ഒരു ബുക്ക് ഗോവ PS ശ്രീധരൻ പിള്ളൈ, ഗവർണർ ഓഫ് ഗോവ ശ്രീധരൻ പിള്ളൈ ഓതർ ചെയ്തൊരു ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്നത് മിസ്റ്റർ പിള്ളൈസ് 221st ബുക്കാണ്. ഇത് ശങ്കരാചാര്യ ഓഫ് ദക്ഷിണമനയ ശ്രീ ശാരദാ പീഠം ശ്രീ ശൃംഗേരി ജഗദ്ഗുരു ശ്രീ വിധുശേഖര ഭാരതി സ്വാമിയാണ് റിലീസ് ചെയ്തത്. ജ്ഞാനപീഠ അവാർഡ് വിന്നർ ആയിട്ടുള്ള ദാമോദർ മോസോ റിസീവ്ഡ് ദി ഫസ്റ്റ് കോപ്പി ഓഫ് ദി ബുക്ക്. INSP Tarini returns Princeton after historic transoceanic expedition. അപ്പൊ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ INSV Tarini അവരുടെ ഗോവയില് ഹിസ്റ്റോറിക് ട്രാൻസോഷ്യനിക് എക്സ്പെഡിഷന് ശേഷം 2 മാസത്തെ ഡ്യൂറേഷന് ശേഷം എന്താ പറയാ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്.
ഈ എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഗോവയിൽ നിന്ന് 28 ഫെബ്രുവരി 2024 അവര് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആഫ്റ്റർ 22 days ഓഫ് നാവിഗേറ്റിംഗ് ഇന്ത്യൻ ഓഷ്യനിൽ 22 ദിവസം ചെലവിട്ടതിന് ശേഷം INSP തരിണി പോർട്ട് ലൂയിസ് മൗറീഷ്യസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുശേഷം ബാക്ക് ടു ഗോവയാണ്. ഇതൊരു ഡബിൾ ഹാൻഡഡ് മോഡിലാണ് ഈ ഒരു എക്സ്പെഡീഷൻ നടത്തിയത്. ധിൽന കെ അതുപോലെ ലഫ്റ്റനന്റ് കേഡർ ആയിട്ടുള്ള റൂപ എ വുമൺ ഓഫീസേഴ്സ് ആണ് ഇന്ത്യൻ നേവിയിൽ, അവരാണ് ഇത് ഹെഡ് ചെയ്തത്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ആണ്. അത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലൊരു അക്കംപ്ലിഷ്മെന്റ് നടത്തുന്നത്. പ്രിയങ്ക ഗോസ്വാമി അക്ഷദീപ് സിംഗ് ബാക്ക് മാരത്തൺ റേസ് വാക്ക് മിക്സ്ഡ് റിലേ പാരീസ് ഒളിമ്പിക്സ് 2024 കോട്ട. ഇപ്പൊ ഇന്ത്യൻ ഡ്യൂ അവർക്ക് 18th വേൾഡ് അത്ലറ്റിക്സ് റേസ് വാക്കിംഗ് ടീം ചാമ്പ്യൻഷിപ്പ് 2024 അത് അന്റാലിയ തുർക്കിയിൽ വെച്ച് നടക്കുന്നതിലാണ്. അപ്പൊ അതില് ക്വാട്ട കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ന്യൂ അഡീഷൻ റേസ് വാക്ക് കാറ്റഗറിയിലെ ന്യൂ അഡീഷൻ ദ മാരത്തോൺ മിക്സ്ഡ് റിലേ ഇവന്റ് അത് ഒളിമ്പിക്സ് ഡെബ്യൂട്ട് ആയിട്ട് ഈ 2024 പാരീസിൽ നടക്കാൻ പോവാണ്. ക്യാൻസറസ് എഥിലീൻ ഓക്സൈഡ് കണ്ടാമിനേഷൻ ഇൻ ഇന്ത്യൻ സ്പൈസ് ബ്രാൻഡ്. അപ്പൊ ഹോങ്കോങ്ങും സിംഗപ്പൂരും റീസെന്റ് ഇന്ത്യയിലെ സ്പൈസ് വേരിയൻസിനെ ബാൻ ചെയ്തു. MDH അതുപോലെ അവരുടെ ഫിഷ് കറി മസാല അതുപോലെ എവറസ്റ്റിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ബാൻ ചെയ്തത്. ഈ ഡിസിഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ആയിട്ടുള്ള എഥിലീൻ ഓക്സൈഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് MDHന്റെ എവറസ്റ്റ് പ്രൊഡക്ട്സിന്റെ. Nearly 66K Indians took oath of American citizenship in 2022 CRS report. അപ്പൊ 65,960 ഇന്ത്യൻസ് ആണ് ഒഫീഷ്യലി US സിറ്റിസൺസ് ആയിട്ട് 2022 മാറിയിരിക്കുന്നത്. മേക്കിംഗ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് കൺട്രി ഫോർ ന്യൂ സിറ്റിസൺസ് ഇൻ അമേരിക്ക ആഫ്റ്റർ മെക്സിക്കോ. മെക്സിക്കോയ്ക്ക് ശേഷം അമേരിക്കയാണ് സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് കൺട്രി ഫോർ ന്യൂ സിറ്റിസൺസ്. ഓക്കെ, estimating the 46 million foreign-born persons യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 2022 റിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 14% ഓഫ് ടോട്ടൽ US പോപ്പുലേഷൻ എന്ന് പറയുന്നത് 333 മില്യൺ ആണ്. ഇതിൽ 24.5 മില്യൺ അതായത് 53% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് ആണ്. അപ്പൊ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് എ പർട്ടിക്കുലർ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ഹാസ് ലീഗലി ബിക്കം എ സിറ്റിസൺ ഓഫ് ദി കൺട്രി ഓൾദോ ദേ വർ നോട്ട് ബോൺ ദർ. അവിടെ ജനിച്ചില്ലെങ്കിലും ലീഗലി അവർ എന്തായിട്ട് മാറുക, അങ്ങനെ സിറ്റിസൺ ആയിട്ട് മാറുക, അങ്ങനെയുള്ളവരാണ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺ. ഇൻഡിവിജ്വൽസ് ബോൺ ഇൻ മെക്സിക്കോ റിപ്രസെന്റ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് നാച്ചുറലൈസേഷൻ. കൂടുതൽ നാച്ചുറലൈസേഷൻ ഉള്ളത് മെക്സിക്കോയിൽ ജനിച്ച ആളുകൾക്കാണ്. ഫോളോഡ് ബൈ അതിനുശേഷം ഇന്ത്യ, ഫിലിപ്പീൻസ്, ക്യൂബ അതുപോലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഇതിലൊക്കെയുള്ള ആൾക്കാർക്കാണ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ് US കിട്ടിയത്. നേപ്പാൾ ഹോസ്റ്റ് ഫസ്റ്റ് ഇന്റർനാഷണൽ റെയിൻബോ ടൂറിസം കോൺഫറൻസ്. ഒരു സിംഗിൾ ഡേ ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് അത്. മയക്കോ പച്ചിച്ചാൻ നേപ്പാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഈ കോൺഫറൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് LGBT ഫ്രണ്ട്ലി ടൂറിസം ഡെസ്റ്റിനേഷൻസ് നേപ്പാളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജൂൺ 2023 നേപ്പാള് സെയിം സെക്സ് മാരേജസ് ലീഗലി രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യം അവർ അംഗീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ റെയിൻബോ ടൂറിസം അവർ കൊണ്ടുവരുന്നത്. കന്നഡ പോയറ്റ് മമത ജി സാഗർ വിൻസ് വേൾഡ് ലിറ്റററി പ്രൈസ്. അപ്പൊ മമത ജി സാഗർ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കന്നഡ പോയറ്റും റൈറ്ററും അക്കാദമിക് ആൻഡ് ആക്ടിവിസ്റ്റുമാണ്. അവർ വേൾഡ് ലിറ്റററി പ്രൈസ് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് റൈറ്റേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേർഡ് പത്മ അവാർഡ്സ് അറ്റ് രാഷ്ട്രപതി ഭവൻ. അപ്പൊ അവാർഡ്സ് എന്ന് പറയുന്നത് ഈ വർഷത്തിന്റെ മുന്നേ തന്നെ റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ടോട്ടൽ 132 പത്മ അവാർഡ്സ് ആണ് അനൗൺസ് ചെയ്തത്. അപ്പൊ ഈ ലിസ്റ്റിനകത്ത് 5 പത്മവിഭൂഷണും 17 പത്മഭൂഷണും 110 പത്മശ്രീ അവാർഡ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 30 അവാർഡീസ് വുമൺ ആണ്, 8% ഫോറിനേഴ്സ് ആണ്, NRI അങ്ങനെ വരുന്നവരാണ്, LOCI ആണ്, 9 പേര് പോസ്റ്റുമസ് അവാർഡീസ് ആണ്. പത്മ അവാർഡ്സ് നോക്കാം. അപ്പൊ ഈ അവാർഡ്സ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ, എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയുടെ സമയത്താണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഈ അവാർഡ്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സെറിമോണിയൽ ഫംഗ്ഷൻസിന്റെ ഇടയിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ഫംഗ്ഷനിൽ മാർച്ച് ഏപ്രിൽ സമയത്താണ് ഇത് കൊടുക്കുന്നത്. പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് 1954 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. അതിൽ ഇൻട്രപ്ഷൻസ് വന്നത് 1978, 1979 ആ ഒരു സമയത്തും 1993 to 1997 സമയങ്ങളുമാണ് ഇൻട്രപ്ഷൻ വന്നത്. ബാക്കി എല്ലാ വർഷങ്ങളിലും പത്മ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്. പത്മവിഭൂഷൺ ഫോർമർ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ഒരു പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയത്. പിന്നെ ആക്ടർ ആയിട്ടുള്ള ചിരഞ്ജീവിക്കും വിജയാന്തിമല ഭാലിക്കും
കിട്ടി. ഭരതനാട്യം ഡാൻസർ ആയിട്ടുള്ള പത്മ സുബ്രഹ്മണ്യത്തിന് പത്മവിഭൂഷൺ കിട്ടി. ബിന്ദേശ്വർ പഥക് സുലഭ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആണ്. പോസ്റ്റമസ് ആയിട്ട് അദ്ദേഹത്തിനും കിട്ടി. പോസ്റ്റമസ് എന്ന് പറഞ്ഞാൽ മരണശേഷം. പത്മഭൂഷൺ പോസ്റ്റമസ്ലി കൺഫർ ചെയ്തത് ലേറ്റ് ആക്ടർ വിജയകാന്ത്, അതുപോലെ എം ഫാത്തിമ ബീവി, അദ്ദേഹം ഫസ്റ്റത്തെ ഫീമെയിൽ ജഡ്ജാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ. അതുപോലെ സത്യപ്രത മുഖർജി, ഫോമർ പ്രസിഡന്റ് ഓഫ് BJP ഇൻ വെസ്റ്റ് ബംഗാൾ. തോഗ്ദൻ റിൻപോച്ചെ, ലഡാക്കിലെ ഒരു സ്പിരിച്വൽ ലീഡറാണ്. ആക്ടർ മിഥുൻ ചക്രവർത്തി, സിംഗർ ഉഷ ഉദുപ്പ്, മ്യൂസിക് ഡയറക്ടർ പ്യാർലാൽ ശർമ്മ, അതുപോലെ O രാജഗോപാൽ, BJP ലീഡറാണ് കേരളത്തിൽ നിന്നുള്ള. തേജസ് മധുസൂദൻ പട്ടേൽ, ഗുജറാത്തിൽ നിന്നുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. റാം നായക്, ഒരു വെറ്ററൻ BJP ലീഡറാണ്, ഫോർമർ ഉത്തർപ്രദേശ് ഗവർണറും കൂടിയാണ് അദ്ദേഹം. പിന്നെ കിട്ടിയത് ഹോർമുസിജി എൻ കാമെ, ഒരു സീനിയർ പബ്ലിഷർ ആണ് ഗുജറാത്തി ന്യൂസ് പേപ്പർ ബോംബെ സമാചാറിന്റെ. ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള സീതാരാമൻ ജിൻഡാലിന് കിട്ടി. വെറ്ററൻ മറാത്തി ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള ഡറ്ററി അംബദാസ് മയാലോന് കിട്ടി. സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കുണ്ടൻ വ്യാസിന് കിട്ടി. ചന്ദ്രേശ്വർ പ്രസാദ് തക്കൂർ, ഒരു ഫിസിഷ്യൻ ആണ്. കാല അസറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് പത്മവിഭൂഷൺ കിട്ടിയത്. ഇനി പത്മശ്രീ 7 സ്പോർട്സിലാണ് കിട്ടിയത്. ടെന്നീസ് സ്റ്റാർ ആയിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ, വെറ്ററൻ ആയിട്ടുള്ള സ്ക്വാഷ് പ്ലെയർ ജോഷ്ന ചിന്നപ്പ, അതുപോലെ ഹോക്കി പ്ലെയർ ഹർബിന്ദർ സിംഗ്, മലഖാം പ്രാക്ടീഷണർ ഉദയ് ദേശ്പാണ്ഡെ, ഇവർക്കൊക്കെയാണ് പത്മശ്രീ അവാർഡ്സ് സ്പോർട്സിൽ കിട്ടിയത്. സോ ബാക്കി പത്മശ്രീ കിട്ടിയവര് ആർച്ചർ പൂർണിമ മഹത്തോ, പാരാ ബാഡ്മിന്റൺ കോച്ചായിട്ടുള്ള ഗൗരവ് ഖാന, പാരാ സ്വിമ്മർ ആയിട്ടുള്ള സത്യേന്ദ്ര സിംഗ് ലോഹിയ, ഇവർക്കാണ് സ്പോർട്സിലെ 7 പത്മശ്രീ കിട്ടിയത്. നെക്സ്റ്റ് 24th ഏപ്രിൽ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആണ്. ആദ്യത്തെ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് 2010 അപ്പൊ നമ്മൾ 73rd അമെന്റ്മെന്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1992 കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലായിട്ടാണ് പാർട്ട് 9 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. ഈ പാർട്ട് 9 പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഗ്രാസ് റൂട്ട് ലെവലിലും കൂടെ ഡെമോക്രസി ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഈ 24th ഏപ്രിൽ 2024 ഒരു നാഷണൽ കൊളോക്കിയം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ഗവർണൻസ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ആഫ്റ്റർ 3 decades ഓഫ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. അപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ 3-tier സിസ്റ്റം ആണ്. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ലെവലിലുണ്ട്, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് ലെവലില്, ജില്ലാ പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ലെവലില്. ഖാസി ട്രൈബ്സ് 34th സെങ് ഖിലാങ് ഫെസ്റ്റിവൽ കൺക്ലൂഡഡ് ഇൻ വഹിയാജർ മേഘാലയ. അപ്പൊ ഖാസി പീപ്പിൾ എന്ന് പറയുന്നത് ഇൻഡിജിനേറ്റ് ഉള്ള എത്നിക് ഗ്രൂപ്പ് ആണ്. ഇവർ മേഘാലയയുടെ ഈസ്റ്റേൺ പാർട്ടിലാണ് കാണുന്നത്. മെയിൻ ആയിട്ട് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ ഖാസി ജയന്തിയ ഹിൽസില്. ഇവര് മേഘാലയ സ്റ്റേറ്റിലെ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ആണ്. MP പ്രാചി യാദവ് വിൻസ് 2 gold at 2024 ACC പരഗാനോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. മധ്യപ്രദേശിലെ പരഗാനോ പ്രാചി യാദവ് അവർക്ക് ACC പരഗാനോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2024 ടോക്കിയോ ജപ്പാൻ വെച്ചിട്ടാണ് നടന്നത്. അതിൽ 2 ഗോൾഡ് മെഡൽസ് കിട്ടി. വുമൻസ് KL2 വിഭാഗത്തിലും വുമൻസ് VL2 കാറ്റഗറിയിലുമാണ് അവർക്ക് മെഡൽ കിട്ടിയത്. ഈ വർഷം തുടക്കം ജനുവരിയിൽ അവർക്ക് അർജുന അവാർഡും കിട്ടിയിരുന്നു. യുസ്വേന്ദ്ര ചഹാൽ becomes first bowler with historic 200 IPL wickets. അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആണ്. രാജസ്ഥാൻ റോയൽസിന്റെ മാച്ച് ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള ആ ഒരു മാച്ചിനിടയിലാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. കാസ്പർ റൂഡ് വിൻസ് ബാർസലോണ ഓപ്പൺ, റിബാക്കിയ ക്ലിഞ്ചസ് സ്റ്റട്ട്ഗാർട്ട് ഓപ്പൺ. കാസ്പർ റെഡ് സ്റ്റീഫനോസ് ടിസിപ്പാസിനെ കൂടെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ബാർസലോണ ഓപ്പൺ വിൻ ചെയ്തത്. എലീന റിബാക്കിന മാർട്ട കോസ്റ്റ്യൂക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് സ്റ്റുട്ട്ഗാർട്ട് ഓപ്പൺ വിൻ ചെയ്തത്. സുധീർ കാക്കർ, ഇന്ത്യസ് ഫോർമോസ്റ്റ് സൈക്കോളജിസ്റ്റ്, പാസ്ഡ് അവേ. ഇപ്പൊ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ന്യൂസ് മാഗസിൻ ലെ നോവൽ ഒബ്സർവേറ്റർ വൺസ് ലിസ്റ്റഡ് ഹിം അമോങ് ദി വേൾഡ്സ് 25 മേജർ തിങ്കേഴ്സ്. വേൾഡിൽ തന്നെ 25 മേജർ തിങ്കേഴ്സ് ആയിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പ്രോമിനന്റ് ഫ്രഞ്ച് ന്യൂസ് മാഗസീനിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചില ഫേമസ് വർക്കുകൾ നമുക്ക് നോക്കാം. ദി ഇന്നർ വേൾഡ്, ഡിക്കോഡിംഗ് ഹൗ ഹിന്ദു മിത്തോളജി എഫക്റ്റഡ് ഇന്ത്യൻസ് ഓൺ എ ഡെയിലി ഇന്റിമേറ്റ് ആൻഡ് സൊസൈറ്റി. ദ ഇന്ത്യൻസ് പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ, അത് അദ്ദേഹത്തിന്റെ വേറൊരു സൃഷ്ടിയാണ്. ഷമാൻസ്, മിസ്റ്റിക്സ് ആൻഡ് ഡോക്ടേഴ്സ്, എ സൈക്കോളജിക്കൽ ഇൻക്വയറി ഇൻ ടു ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഹീലിംഗ് ട്രഡീഷൻസ്. The Kipling File. Neima Khatun,
അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റീസ് ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ. 5 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. AMUസിന്റെ വുമൻസ് കോളേജിന്റെ 2016 മുതൽ പ്രിൻസിപ്പൽ ആയിട്ടായിരുന്നു അവര് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇപ്പൊ വൈസ് ചാൻസലർ ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നിധി എസ് ജെയിൻ ഈസ് അപ്പോയിന്റഡ് ആസ് CVO ഓഫ് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. But she has been appointed as CVO, Central Vigilance Officer, for initial period 3 വർഷത്തേക്ക് വേണ്ടി സെൻട്രൽ വിജിലൻസ് ഓഫീസർ ആയിരുന്നു. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഫൗണ്ട് ചെയ്തത് 1970-ലാണ്. രത്തൻ ടാറ്റ റിസീവ്സ് പ്രസ്റ്റീജിയസ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021. ഇൻഡസ്ട്രിയലിസ്റ്റും ഫിലാന്ത്രോപ്പിസ്റ്റുമായിട്ടുള്ള രത്തൻ ടാറ്റ എമിറിറ്റസ് ഓഫ് ദി ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ്. അദ്ദേഹത്തിന് പ്രസ്റ്റീജിയസ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021 കിട്ടിയിരിക്കുകയാണ്. ഈ അവാർഡ് സെറമണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ, മുംബൈയിൽ അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ വെച്ചിട്ടാണ് നടന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിലേക്കുള്ള കമ്മിറ്റ്മെന്റും കോർപ്പറേറ്റ് ലീഡർഷിപ്പിന്റെ എക്സാംപ്ലറി ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരനാണ്. ഇനീഷ്യേറ്റ് ചെയ്ത് 2008 ആണ് ബൈ അച്യുതം സമന്ത, ഫൗണ്ടർ ഓഫ് കിസ്. കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഓഫ് KIT ആണ്. അതായത് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയുടെ ഒരു ഹയസ്റ്റ് ഓർഡർ ആണ് കിസ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഭുവനേശ്വർ ആൻഡ് ഒഡീഷ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. KMF to sponsor Scotland and Ireland cricket teams during 2020 World Cup. ഇപ്പൊ കർണാടക മിൽക്ക് ഫെഡറേഷൻ, അതാണ് KMF. അവര് ഡയറി കോർപ്പറേറ്റീവ് ആണ്. കർണാടക സ്റ്റേറ്റിന്റെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് നന്ദിനി എന്നാണ് അവരുടെ ബ്രാൻഡ് നെയിം. അവര് സ്കോട്ട്ലൻഡിനെയും അയർലൻഡ് ക്രിക്കറ്റ് ടീമിനെയും ജേഴ്സി ICC മെൻസ് 2020 വേൾഡ് കപ്പില് അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. കർണാടക മിൽക്ക് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്പോൺസർഷിപ്പ് വഴി ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ അവർക്ക് എന്തായാലും കിട്ടും. അപ്പൊ അവര് നന്ദിനി സ്പ്ലാഷ് എനർജി ഡ്രിങ്ക് US കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു ഇതിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 2 to 2.5 crore പെർ ടീമാണ്. ഒരു ടീമിന് 2 to 2.5 crore ആണ് വരുന്നത്. Fall edition Napio to serve as Papua New Guinea's first defense advisor to India. ഇനി ഫോർവേഡ് ഡിഫൻസ് കോർപ്പറേഷൻ, അത് ഇന്ത്യയും പപ്പുവ ന്യൂഗിനിയും തമ്മിലുള്ള ഡിഫൻസ് കോർപ്പറേഷൻ വരുമ്പോൾ PNG ഫസ്റ്റ് ഡിഫൻസ് അഡ്വൈസർ, ഇന്ത്യയുടെ ഫസ്റ്റ് ഡിഫൻസ് അഡ്വൈസറിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയും PNGയും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഫോർമുലൈസ് ചെയ്ത് 1976-ലാണ്. ഫസ്റ്റ് ഏഷ്യൻ ഫ്യൂച്ചർ ഫോറം. ഏഷ്യൻ ഫ്യൂച്ചർ ഫോറം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇനീഷ്യേറ്റീവ് ആണ്. പ്രപ്പോസ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ഓഫ് വിയറ്റ്നാം ആണ്, ഫാം മിഞ്ച് ചിഞ്ച്. 43ാമത്തെ ഏഷ്യൻ സബ്മിറ്റിൽ ലാസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നത്. AFF 2024 തീം എന്ന് പറയുന്നത് ടുവേർഡ് ഫാസ്റ്റ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓഫ് എ പീപ്പിൾ സെന്റേർഡ് ഏഷ്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഈ ഫോറം എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ മെമ്പർ സ്റ്റേറ്റിന് വേണ്ടി ഒരു കോമൺ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ പാർട്ണർ മെമ്പേഴ്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റൽ പാത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. So, EAM S. Jaishankar also speaks at first Asian Future Forum virtually നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് S. ജയശങ്കറും അവിടെ സംസാരിച്ചിരുന്നു. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ഈ ഏഷ്യൻ എന്ന് പറയുന്നത്. 1967-ലാണ് ഏഷ്യൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാങ്കോക്ക് ഡിക്ലറേഷന്റെ ഭാഗമായിട്ട്. ഇപ്പോ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഏഷ്യൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ആണ്. ഇത് ഏഷ്യന്റെ മോട്ടോ എന്ന് പറയുന്നത് 1 വിഷൻ 1 ഐഡന്റിറ്റി 1 കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. 8 ഓഗസ്റ്റ് ഏഷ്യൻ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഏഷ്യന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യയിലാണ്, ജക്കാർത്ത. 25th ഏപ്രിൽ വേൾഡ് മലേറിയ ഡേ ആണ്. അപ്പോ ഇവിടെ ഇപ്രാവശ്യം തീം ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വേറ്റബിൾ വേൾഡ് എന്നുള്ളതാണ്. മലേറിയ എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ആണ്. പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ് അത് കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ പാരസൈറ്റ് ഹ്യൂമൻസിലേക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ ബൈറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. മലേറിയ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അപ്പൊ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കുറെ ഡെത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള മലേറിയ സ്പീഷീസ് ആണ്. ഈ മലേറിയ കൂടുതൽ കാരണം എമർജൻസി പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്, പെറു ആണത്. Next, 25th April World Penguin Day. This day was established at MG Murdo Station, American Research Center ആണ്. അത് റോസ്ലാൻഡ് അന്റാർട്ടിക്കയിലാണ് ഉള്ളത്. ഇപ്പോ വേൾഡ് പെൻഗ്വിൻ ഡേ എന്ന് പറയുന്നത് എഡ്ലി പെൻഗ്വിൻ, ഒരു സ്പീഷീസ് ഓഫ് പെൻഗ്വിൻ ആണ്. അവരുടെ ആനുവൽ മൈഗ്രേഷൻ നോർത്ത് ടുവേർഡ് അന്റാർട്ടിക്കയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തരം സ്പീഷീസ് ഓഫ് പെൻഗ്വിൻ ആണ്.
അത് അറൌണ്ട് ഒരു 25th April ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വേൾഡ് പെൻഗ്വിൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Sunflowers were the first one to know. Film by FTII students selected at 77th Cannes Film Festival, La Cinef category. So 4 students from the Film and Television Institute of India. FTI എന്ന് പറയുന്നത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണ് FTII. അവിടെ നിന്നുള്ള 4 സ്റ്റുഡൻസ്, അവരുടെ അച്ചീവ്മെന്റ് ആണ് ഇത്. അവർ കൊണ്ടുവന്നൊരു ഷോർട്ട് ഫിലിം ആണ് സൺഫ്ലവേഴ്സ് വേർ ദ ഫസ്റ്റ് വൺസ് ടു നോ എന്ന് പറയുന്നത്. അപ്പൊ അത് ലാസ്റ്റ് ഇൻ സെക്ഷനിൽ 2024 കാനൻസ് ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിൽ വെച്ച് നടന്നതിൽ കോമ്പീറ്റ് ചെയ്തിരുന്നു. ഈ ഫിലിം ഡയറക്ട് ചെയ്തത് ചിതനാഥ് എസ് നായിക് ആണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 15th to 24th May വരെ 2024 നടന്നത്. ലേ സിനസ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ സെക്ഷൻ ആണ്. അതായത് ഫിലിം സ്കൂൾസ് അക്രോസ് ദ വേൾഡ് ടു എൻകറേജ് ന്യൂ ടാലന്റ്, പുതിയ ടാലന്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിം സ്കൂൾസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് ബൈ പയൽ കപാഡിയ ഒരു ഒഫീഷ്യൽ കോമ്പറ്റീഷൻ ആയിട്ട് കാനൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. ശ്രീജ അക്കൂല സർപാസസ് മനിക as India's number 1 TT player. For CWG മിക്സഡ് ഡബിൾസ് ചാമ്പ്യൻ ആയിട്ടുള്ള ശ്രീജ അക്കൂല ടോപ്പ് റാങ്ക് ഇന്ത്യൻ വുമൺ ആയിരിക്കുകയാണ് ടേബിൾ ടെന്നീസ് പ്ലെയറിൽ. അപ്പൊ ആഫ്റ്റർ റൈസിംഗ് ടു കാരിയർ ഹൈ റാങ്ക് ഓഫ് 38 in latest ITTF ചാർട്ട്. അപ്പം മനിക ബാത്രയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. മനിക ബാത്ര 2 പ്ലേസസ് സ്ലിപ്പ് ചെയ്തു, 39ാമതായി. ശ്രീജ മിക്സ്ഡ് ഡബിൾസ് ഗോൾഡ് മെഡൽ 2022 നേടിയിരുന്നു. ഓക്കെ. സൗരവ് ഘോസൽ റിട്ടയേഴ്സ് ഫ്രം പ്രൊഫഷണൽ സ്ക്വാഷ്. ഇപ്പൊ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. PSA വേൾഡ് ടൂർ പ്രൊഫഷണൽ സർക്യൂട്ട് ഫോർ സ്ക്വാഷ് പ്ലേയേഴ്സ്, അത് ATP ആൻഡ് WTA ടെന്നീസിലെ പോലെ സിമിലർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത് ഗോസലിന് 12 പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ ടൈറ്റിൽസും മൾട്ടിപ്പിൾ മെഡൽസ് കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഹിസ് ദ ഓൺലി ഇന്ത്യൻ മാൻ ടു എൻ്റർ ദ ടോപ്പ് 10 in വേൾഡ് സ്ക്വാഷ് റാങ്കിങ്. വേൾഡ് സ്ക്വാഷ് റാങ്കിങ്ങിൽ എൻ്റർ ചെയ്യുന്ന ടോപ്പ് 10 വരുന്ന ഏക ഇന്ത്യൻ മാൻ ആണ് അദ്ദേഹം. 9 ടൈം ഏഷ്യൻ ഗെയിം മെഡലിസ്റ്റ് ആണ്. ഗോൾഡ് മെഡൽസ് അദ്ദേഹത്തിന് 2014 2022 കിട്ടിയിട്ടുണ്ട്. ഗോസ് എന്ന് പറയുന്നത് 13 നാഷണൽ ടൈറ്റിൽസ് ഉണ്ട്, അതുപോലെ 3 CWG മെഡൽസും ഉണ്ട്. അദ്ദേഹത്തിന് വേൾഡ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് 2022 ഗ്ലാസ്ഗോ കോമ്പറ്റീഷനിൽ. അദ്ദേഹം ഫസ്റ്റ് ഇന്ത്യൻ മെയിൽ പ്ലെയർ ആണ് ടു സെക്യൂർ CWG സ്ക്വാഷ് മെഡൽ ഇൻ സിംഗിൾസ് കോമ്പറ്റീഷൻ. Chief Electoral Officer's Office of Haryana launches voters in queue app for information on queues at polling centers. അപ്പൊ ഈ ആപ്പ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്ത് ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ്. അതായത് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദി വോട്ടിംഗ് ഇൻ ദ ലോക്സഭ ഇലക്ഷൻസ് as compared to 70% in the previous ലോക്സഭ ഇലക്ഷൻ. മുന്നത്തെ ലോക്സഭ ഇലക്ഷനിൽ 70% വോട്ടിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ വർഷം ലോക്സഭ ഇലക്ഷനിൽ 75% വോട്ടിംഗ് രേഖപ്പെടുത്തണം എന്നുള്ള ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആപ്പ് പബ്ലിഷ് ചെയ്തത്, ഇറക്കിയത്. അപ്പൊ വോട്ടർ ഇൻ ക്യൂ ആപ്പ് എന്ന് പറയുന്നത് 30 അർബൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻസിലാണ് ഓപ്പറേഷനിൽ ആകുന്നത്. ഡോക്ടർ പൗലൂരെ സുഭ റാവു റിസീവ്ഡ് ASI ആര്യഭട്ട അവാർഡ്. അപ്പൊ ആരം ടെക്നോളജികളുടെ ഫൗണ്ടറും CAയും ചെയർമാനുമാണ് പൗലൂരി സുഭ റാവു. അവർക്ക് ആര്യഭട്ട അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആണ് ആ അവാർഡ്. He was also president with ASI distinguished fellow title. ആ ഒരു ടൈറ്റിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവാർഡ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ട്രമെൻഡസ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ്. ഇപ്പൊ ഒരു ഫോർമർ ISRO സയന്റിസ്റ്റ് ആണ് റാവു. ആനന്ദ് ടെക്നോളജി ലിമിറ്റഡ് 1992 ഇൻകോർപ്പറേറ്റ് ചെയ്തു. അത് ഇൻഡിജിനിയസ്ലി ഡിസൈൻ ആൻഡ് ഡെവലപ്പ് കൺട്രിയുടെ വളരെ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏവിയോണിക്സ് ISROക്ക് വേണ്ടിയും ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. ATL എന്ന് പറയുന്നത് നമ്മുടെ 98 സാറ്റലൈറ്റ്സിനും 78 ലോഞ്ച് വെഹിക്കിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള ടെക്നോളജീസും കമ്പോണൻസും ഒക്കെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. PYU gets RBI's in principle approval to operate as payment aggregator. PayU അതാണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെന്റ് അഗ്രിഗേറ്റർ പേയ്മെന്റ് സെറ്റിൽ ആക്ട് 2007 കീഴിൽ ഒരു ഓതറൈസേഷൻ കിട്ടി. It usually 6 months to 1 year ആണ് after in principle not for a company to get the final approval from the regulator. Regulatorന്റെ ഫൈനൽ അപ്രൂവൽ കിട്ടാൻ 6 months മുതൽ 1 year വരെ വെയിറ്റ് ചെയ്യണം. പേയ്മെന്റ് അഗ്രിഗേറ്റർ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സർവീസ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് ടു മേക്ക് ആൻഡ് ബിസിനസ് ടു ആക്സെപ്റ്റ് പേയ്മെന്റ്സ് ഓൺലൈൻ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യാനും മേക്ക് ചെയ്യാനും സാധിക്കുന്ന ഒന്നാണ്. പേയ്മെന്റ് അഗ്രിഗേറ്റർ എന്ന് പറയുന്നത്
ക്ലയൻസിന് വേരിയസ് പേയ്മെന്റ് മെത്തേഡ്സ്, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കാർഡ്ലെസ് EMIs, UPI, ബാങ്ക് ട്രാൻസ്ഫർ, വാലറ്റ്, മാൻഡേറ്റ്സ് ഒക്കെ റിസീവ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ സാധിക്കും ഇതുവഴി. അപ്പൊ പേയു എന്ന് പറയുന്നത് ഒരു നെതർലൻഡ് ബേസ്ഡ് പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഓൺലൈൻ മെർച്ചന്റ്സിന് വേണ്ടി. അപ്പൊ ഈ കമ്പനി ഫൗണ്ട് ചെയ്ത് 2002 അനിർബാൻ മുഖർജിയാണ് ഇതിന്റെ CEO പേയു ഇന്ത്യയുടെ. Government allies with the FDI card and Telecos to tackle OTP frauds. അപ്പൊ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് FDI കാർഡ്സും പേയ്മെന്റ് സർവീസ് ലിമിറ്റഡും ടെലികോം കമ്പനീസും ചേർന്ന് പാർട്ട്ണറിംഗ് ചെയ്തിട്ടാണ് ഈ OTPയിൽ വരുന്ന വൺ ടൈം പാസ്വേഡ് അല്ലേ, അതിൽ വരുന്ന ഫ്രോഡ്സിന്, അത് സ്റ്റോളൻ ചെയ്യുന്ന ഫ്രോഡ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു ലാർജർ സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ സൈബർ ഫ്രോഡിനും അതുപോലെ ഫിഷിംഗ് അറ്റാക്സിനും എതിരെ, ബാങ്കിങ് സെക്ടറിലെതിരെ ഒരു സൊല്യൂഷൻ ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് എന്നത് കറന്റ് ബാങ്ക് മോണിറ്റർ ആണ് ചെയ്യുന്നത്, രജിസ്റ്റേർഡ് അഡ്രസ്സും ജിയോ ലൊക്കേഷനും ഒക്കെ വെച്ചിട്ട്. എന്നിട്ടാണ് ഈ OTPയുടെ ലൊക്കേഷനും ഡെലിവറിയും ഒക്കെ അവർ നോക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിസ്പാരിറ്റി വന്നു കഴിഞ്ഞാൽ, ലൊക്കേഷനിലൊക്കെ ഡിസ്പാരിറ്റി വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമറിന് ഒരു ട്രിഗർ അലേർട്ട് കൊടുക്കും. അപ്പൊ അതൊരു പൊട്ടൻഷ്യൽ ഫിഷിംഗ് അറ്റംപ്റ്റ് ആണെന്ന് നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഗവൺമെന്റ് ഡാറ്റ പ്രകാരം ഈ രജിസ്ട്രി എന്ന് പറയുന്നത് 1.12 മില്യൺ കംപ്ലൈന്റ്സ് ആണ് കിട്ടുന്നത്. എമൗണ്ടിങ് നോക്കുകയാണെങ്കിൽ 7488 കോടി ഫ്രോഡ്ലന്റ് ട്രാൻസ്ഫേഴ്സ് ആണ് 2023 തന്നെ നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് ആൻഡ് ടാറ്റ സോളാർ പവർ ടു ഫിനാൻസ് സെൻട്രൽ റൂഫ് ടോപ്പ് സോളാർ സ്കീം. അപ്പൊ ടാറ്റ പവർ സോളാർ സിസ്റ്റം ലിമിറ്റഡ് ഉണ്ട്, അവരാണ് ഇന്ത്യൻ ബാങ്കുമായിട്ട് ചേർന്ന് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ ടൈപ്പ് എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് ഫിനാൻസിങ് സൊല്യൂഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന സ്കീമിന്റെ കീഴിൽ. അപ്പൊ അവിടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് 3 kW ആണ്. 3 to 10 kW ഇൻസ്റ്റാളേഷൻ ആണ് റെഗുലർ സ്കീമിന്റെ അണ്ടറിൽ വരുന്നത്. റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് 2 lakh വരെ ലോൺ കിട്ടും. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ്. ഒരു നോമിനൽ മാർജിനൽ മണി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 10% ആണ്. കൊളാട്രൽ ഫ്രീ ഫിനാൻസിങ് ആണ് ഇവർ കൊടുക്കുന്നത്. റീപേയ്മെന്റിന്റെ ടെന്യൂർ 10 വർഷത്തേക്കാണ്. ഇൻസ്റ്റാളേഷൻസ് എന്ന് പറയുന്നത് എക്സീഡിങ് 3 to 10 kW കിലോവാട്ട്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള അപ്ലിക്കൻസിന് 6 lakh അപ് ടു 6 lakh വരെ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാർജിൻ മണി റിക്വയർമെന്റ് 20% ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 8.4 to 10.8% പെർ ആനും ആണ് വരുന്നത്. അപ്പൊ IIT ഗുവാഹട്ടി ഡെവലപ്സ് ഇന്നോവേറ്റീവ് 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ്. അപ്പോൾ പൈലറിംഗ് ഇനീഷ്യേറ്റീവ് ആണ് ഇത്. അത് വോട്ടർ അവയർനെസ്സും എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ സെല്ല് ഓഫ് കാംറൂം ഇലക്ഷൻ ഡിസ്ട്രിക്ട് അവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിട്ട് ചേർന്ന് ഗുവാഹട്ടിയായിട്ട് ചേർന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ന്യൂ വോട്ടേഴ്സിനും സീനിയർ സിറ്റിസൺസിനും ഒക്കെ വോട്ടിംഗ് പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കാം. അത് വോട്ടിംഗ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അൺസർട്ടൈനിറ്റീസും ആൻസൈറ്റി ഒക്കെ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഓഫർ ചെയ്തതുകൊണ്ട് ഡമ്മി ബാലറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മാക്സിമം വോട്ടർ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത്. DRDO ഡെവലപ്സ് ലൈറ്റസ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഓഫ് കൺട്രി. ഇപ്പൊ DRDO ഡിഫൻസ് മെറ്റീരിയൽ ആൻഡ് സ്റ്റോഴ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് കാൺപൂർ ആണുള്ളത്. അവർ സക്സസ്ഫുള്ളി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കൺട്രിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് 7.62 into 54 RAPA ലെവൽ 6 ഓഫ് BIS 17051 അമ്യൂണിറ്റീഷനെ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. റീസെന്റ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി ഛത്തീസ്ഗഡിൽ വെച്ച്. 6th edition of International Conference on Disaster Resilient Infrastructure. The 6th edition of International Conference of Disaster Resilient Infrastructure 25th April 2024 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. PM മോദി വീഡിയോ കോൺഫറൻസ് വഴി അഡ്രസ് ചെയ്തിരുന്നു. ഇത് ഡിസാസ്റ്റർ റിസൈലൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ 2019 വരെ ഇംപ്രസീവ് ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഗ്ലോബൽ കോയലേഷൻ എന്ന് പറഞ്ഞ് 39 countries and 7 organizations ആണ്. India's Geeta Sabharwal appointed as UN Resident Coordinator in Indonesia. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സഭർവാളിനെ ഈ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. റിലയൻസ് ജിയോ എമർജസ് വേൾഡ്സ് ലാർജസ്റ്റ് മൊബൈൽ ഓപ്പറേറ്റർ ഇൻ ഡാറ്റ ട്രാഫിക്. ഫോർ റിലയൻസ് ജിയോ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്.
വേൾഡിലെ ലാർജസ്റ്റ് മൊബൈൽ ഓപ്പറേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഡാറ്റ ട്രാഫിക് കൺസപ്ഷൻ സർപാസിംഗ് ചൈന മൊബൈൽ. ഓക്കെ, ചൈന മൊബൈലിന്റെ ചൈന മൊബൈലിനെ മറികടന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ അനലിറ്റിക്സ് ഫേം ഡെഫിഷ്യന്റ് പ്രകാരം ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റേഴ്സ് ടോട്ടൽ ട്രാഫിക് റീച്ച്ഡ് എന്ന് പറയുന്നത് 40.9 എക്സാബൈറ്റ്സ് ആണ് ജനുവരി മാർച്ച് ക്വാർട്ടറിൽ. ഇത് 35.2% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് കാണാൻ പറ്റുന്നത്. മുകേഷ് അംബാനിയാണ് ഇതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിലയൻസിന്റെ. UNFPA report, 24% of India's 144 crore population under 14 years old. The United Nations Population Fund, അതാണ് UNFPA, the State of World Population 2024 report പ്രകാരം Indian women lives threats of hope, ending inequality in sexual and reproductive health and rights എന്നുള്ള റിപ്പോർട്ടിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യ ഗ്ലോബലി ലീഡ് ചെയ്യാണ് വിത്ത് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ 144.17 crore ആണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി. ഫോളോ ചെയ്തുകൊണ്ട് ചൈനയുണ്ട്, 142.5 crore ആണ് ചൈനയുടെ പോപ്പുലേഷൻ. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന റെക്കോർഡ് 121 crores ഡ്യൂറിംഗ് ദി ലാസ്റ്റ് സെൻസസ്. 2011 121 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 77 years കൊണ്ട് ഡബിൾ ആയിരിക്കുകയാണ്. അപ്പൊ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫർദർ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. 24% ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷനും 0 to 14 years ഏജിന്റെ ഇടയിലുള്ളവരാണ്. 17% 10 to 19 ഏജിന്റെ റേഞ്ചിൽ വരുന്നവരാണ്. സെഗ്മെന്റ് 10 to 24 ഇടയിൽ ഏജ് വരുന്നവര് 26%, 15 to 64 ഏജിന്റെ ഇടയിൽ വരുന്നവർ 68% ആണ് വരുന്നത്. അഡീഷണലി 7% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് ഏജ് 65 years and above. മെൻസിന്റെ ലൈഫ് എക്സ്പെക്ടൻസി 71 years, വുമൻസിന്റെ ലൈഫ് എക്സ്പെക്ടൻസി 74 years ആണ്. ചൈൽഡ് മാരേജ് പെർസെന്റേജ് ഇന്ത്യ വാസ് അറ്റ് 23 between 2006 and 2023. ഈ റിപ്പോർട്ട് പറയുന്നത് മെറ്റേണൽ ഡെത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് കൺസിഡറബിൾ ആയിട്ട് തന്നെ, കൗണ്ടിങ് ഫോർ 8% ഓൾ സച്ച് ഫെറ്റാലിറ്റീസ് വേൾഡ് വൈഡ്. ഇപ്പോ റിപ്പോർട്ട് നോട്ട് ചെയ്യുന്ന ഇന്ത്യ ഒരു ഡ്രമാറ്റിക് ഇനിക്വിറ്റീസ് ആണ് മെറ്റേണൽ ഡെത്ത് റിസ്കിൽ കാണിക്കുന്നത്. ഹെൽത്ത് കെയറിൽ ആക്സസിൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രൈമർലി അത് വെൽത്തിയർ ആയിട്ടുള്ള വുമണെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. എത്നിക് ഗ്രൂപ്പിലുള്ള വുമൻസിന് മെട്രോ ആക്സസ് ഒക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. ഗ്ലോബലി മില്യൺസ് ഓഫ് പീപ്പിൾസും ഗേൾസും ഈ ഒരു പ്രോഗ്രസിലേക്ക് ഫാർ ബിഹൈൻഡ് ആണ്. 800 women die every day giving birth unchanged since 2016. അപ്പൊ ഓരോ ദിവസവും 2016 ശേഷം 800 വുമൻസ് ആണ് ഒരു ഡേ ഡെലിവറിയുടെ സമയത്ത് മരിച്ചു പോകുന്നത്. അപ്പോൾ a quarter of women cannot say no to sex with their partner and nearly 1 in 10 women cannot make their own decisions about contraception. കോൺട്രസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് നോ പറയാനോ ഒന്നും വുമൻസിന് പറ്റാത്തൊരു അവസ്ഥയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 26th April വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആണ്. ഈ ഡേ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. മെയിൻ ആയിട്ട് ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റി ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീം 2024 IT and SDGs ബിൽഡിംഗ് അവർ കോമൺ ഫ്യൂച്ചർ വിത്ത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. 2000 വിപ്പോസ് മെമ്പർ സ്റ്റേറ്റ് April 26 വിപ്പോ കൺവെൻഷൻ വന്ന ദിവസം മുതൽ വേൾഡ് IP ഡേ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിരുന്നു. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോനെ കുറിച്ച് നമുക്ക് നോക്കാം. July 14, 1967 സ്റ്റാർട്ട് ചെയ്തത്, ഫോം ചെയ്തത്. ഓപ്പറേഷനിൽ വരുന്നത് 1970 1974 വിപ്പോ യുണൈറ്റഡ് നേഷൻസിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പൊ യുഎന്നിന്റെ വൺ ഓഫ് ദി ഏജൻസി ആണ്. കറന്റ് 193 മെമ്പർ സ്റ്റേറ്റ്സ് ആണുള്ളത്. പാലസ്തീന് പെർമനന്റ് ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. ഇന്ത്യ വിപ്പോയിൽ 1975 തന്നെ ജോയിൻ ചെയ്തു. വിപ്പോയുടെ ഡയറക്ടർ ജനറൽ ഡാരൻ ടാങ് ആണ്, സിംഗപ്പൂരിൽ നിന്നുള്ള ഒരാളാണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് വിപ്പോയുടെ ആണ്, ഒരു ആനുവൽ പബ്ലിക്കേഷൻ ആണ് വിപ്പോയുടെ. കോർണൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസീറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഇറക്കുന്നത്. April 24 to 30 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആണ് 2024. ഇത് ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിൻ അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ഡേ ഇങ്ങനെ ഒരു വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇയർ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് എന്ന് പറയുന്നത് 50 years ഓഫ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ തീം എന്ന് പറയുന്നത്, ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ്. 16 മാർച്ച് നാഷണൽ വാക്സിനേഷൻ ഡേ ആണ് ഇന്ത്യയിൽ. ഹോങ്ജോങ് ഡേ ഒബ്സർവ്ഡ് ടു പേ ട്രിബ്യൂട്ട് ടു ഫൈറ്റർ ഓഫ് ആൻഗ്ലോ മണിപ്പൂർ വാർ. മണിപ്പൂരിൽ കോങ്ചോങ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആനുവലി 23rd April ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് അതായത്
ആംഗ്ലോ മണിപ്പൂർ വാറിൽ ഫൈറ്റ് ലീഡ് ചെയ്ത ആൾക്കാരെ അവരുടെ ബ്രേവറിനെ കാണിച്ചുകൊണ്ട് അതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പവോന ബർബാഷി fought against British at the Peba Hills of Kongchom during Battle of Anglo-Manipur War. ആംഗ്ലോ മണിപ്പൂർ വാർ 1891 നടന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാരും ക്കെതിരെ പ്രവർത്തിച്ച ഒരാളുടെ പോന ഭരഭാഷി ഈ ബ്രിട്ടീഷുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അതിനെ ഒന്ന് അവർക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഡേ ഒബ്സർവ് ചെയ്യുന്നത്. മാർച്ച് 1891 ബ്രിട്ടീഷ് ആർമി കാങ്ക്ലയിൽ ഷോട്ട് ഫയർ ചെയ്യുകയും അങ്ങനെ യുവരാജ് തിഖേന്ദ്രജിത്ത് എന്ന് പറയുന്ന അവരുടെ ലീഡറിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഈ വാർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 13th March and 27th April 1891 നടന്നത്. ബ്രിട്ടീഷ് വിക്ടറിയോട് കൂടിയിട്ടാണ് അത് എൻഡ് ചെയ്തത്. ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മണിപ്പൂറിന്റെ സോവറിനിറ്റി ലോസ്റ്റ് ആയതും അത് ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുകയും ചെയ്തത്. റസോർപേ പാർട്ട്നർഡ് വിത്ത് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ലോഞ്ച്ഡ് UPI സ്വിച്ച്. ഇത് ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ട്രാൻസാക്ഷൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രാൻസാക്ഷൻ സക്സസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. 4 to 5% സക്സസ് റേറ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 10,000 TPS ടൈം ഡിമാൻഡ്സ് ഹാൻഡിൽ ചെയ്യാൻ വരെ ഇതിന് സാധിക്കുന്നുണ്ട്. RBI ബാൻസ് കൊട്ടക് മഹീന്ദ്ര ഫ്രം ഓൺബോർഡിംഗ് ന്യൂ കസ്റ്റമർ ഓൺലൈൻ. RBI കൊട്ടക് മഹീന്ദ്രനെ ബാർ ചെയ്തിരിക്കുകയാണ്. ന്യൂ കസ്റ്റമേഴ്സിന് ഓൺലൈൻ ആൻഡ് മൊബൈൽ ബാങ്കിങ് ചാനൽസ് ഇഷ്യൂ ചെയ്യരുതെന്നും ഫ്രഷ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കരുതെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. റെഗുലേറ്ററി റിക്വയർമെന്റ്സിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇതിൽ RBI ഇടപെടുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ സബ്സിക്വന്റ് ആയിട്ടുള്ള അസസ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഈ ബാങ്ക് സിഗ്നിഫിക്കന്റ്ലി നോൺ കംപ്ലൈന്റ് വിത്ത് കറക്റ്റീവ് ആക്ഷൻ പ്ലാൻസ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഫോർ 2022 and 2023. അപ്പോൾ ഇവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വാട്ട് ഈസ് ഡോക്സിംഗ്? അപ്പൊ ഈ വേർഡ് ഡോക്സിംഗ് എന്ന് പറയുന്നത് ന്യൂസിൽ കാണുന്നതാണ്. ഡോക്സിംഗ് എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഫ്രേസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ഡോക്സിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഓൺലൈനിലുള്ളത് വിത്തൗട്ട് അവരുടെ കൺസേൺ ഇല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അതിനാണ് ഡോക്സിംഗ് എന്ന് പറയും. അപ്പൊ ഡോക്സിംഗ് ചെയ്യുന്നവരെ ഡോക്സേഴ്സ് എന്ന് പറയും. അവർ IP അഡ്രസ് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതായത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കേഴ്സിന്റെ ഡാറ്റ അവർ വാങ്ങിക്കും പൈസ കൊടുത്ത്, അല്ലെങ്കിൽ ഫിഷിംഗ് ക്യാമ്പയിൻസിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ട്രാഫിക് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഡൽഹി ഹൈക്കോടതി റീസെന്റ് ഓർഡർ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ്, അതായത് ഫോർമലി ട്വിറ്റർ എന്നാണ് അതിന്റെ പേര്, എക്സ് എന്നാണ്. അത് പ്രൈവറ്റ് ആൻഡ് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് വുമൺസിന്റെ കളക്ട് ചെയ്യുന്നുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഡൽഹി ഹൈക്കോർട്ടിൽ വന്നിരുന്നു. അത് ഡോക്സിംഗ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഡോക്സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോയിൽ ഇവിടെയും ഡിഫൈൻ ചെയ്യുന്നില്ല. അത് ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് എ സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസ് ഇൻ ഇന്ത്യ. ഇനി അത് ചേർക്കണം ലോയിൽ. ഇപ്പൊ അത് നമുക്ക് വളരെയധികം പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ഡാറ്റ പ്രൈവസി സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നമ്മളെ പേഴ്സണൽ ഡാറ്റ ദാറ്റ് ഇസ് മെയ്ഡ് ഓർ കോസ് ടു ബി മെയ്ഡ് പബ്ലിക്കലി അവൈലബിൾ. നമ്മൾ പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ടുള്ള പേഴ്സണൽ ഡാറ്റ ഇല്ലേ, അത് വേറെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യരുത് എന്നുള്ളത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. So people who have been doxed in India can report what happened through the National Cybercrime Reporting Portal only. But National Cybercrime Reporting പോർട്ടലിലൂടെ ഓൺലൈൻ ആയിട്ട് ഡോക്സിങ്ങിന് വിധേയരായ ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ ഈ ഒരു പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാം, ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ക്ലൈമറ്റ് ക്ലോക്ക് ആക്ടിവേറ്റഡ് അറ്റ് CSIR ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അപ്പൊ ന്യൂഡൽഹിയിലെ CSIRന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മൾ ഒരു ക്ലൈമറ്റ് ക്ലോക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. എർത്ത് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്ലൈമറ്റ് ക്ലോക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, അതിന്റെ എഫക്ട്സ് ആളുകളിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ചുള്ള നോളജ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതിലൂടെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എത്ര ക്വിക്കസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഗ്രാഫിക് ഡെമോൺസ്ട്രേഷൻ തന്നെ നമുക്ക് ലഭിക്കും. കൂടാതെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി എമിറ്റ് ചെയ്തു, അതിന്റെ എമൗണ്ട് എത്രയാണ്, ഗ്ലോബൽ വാർമിംഗ് എത്രത്തോളം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൺ നേഷൻ വൺ എയർ സ്പേസ് ഇന്ത്യസ് പ്രൊജക്ട് ഇഷാൻ. അപ്പൊ ഈ എയർ ട്രാഫിക് മാനേജ്മെന്റ് ഇന്ത്യ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇത്. അപ്പൊ 4 എയർ സ്പേസ് റീജിയൻസ്
ചേർന്നിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി കൊണ്ടുവരിക എൻ്റെ നേഷൻ. അങ്ങനെ ഇന്ത്യൻ സിംഗിൾ സ്കൈ ഹാർമണൈസ്ഡ് എയർ ട്രാഫിക് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ് ഇഷാൻ എന്ന് പറയുന്നത്. നാഗ്പൂരിലാണ് ഇത് സെന്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ എയർ സ്പേസ് എന്ന് പറയുന്നത് 4 ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. പിന്നെ ഒരു സബ് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ ഉണ്ട് ഗുവാഹട്ടിയിൽ. അപ്പൊ എക്സ്പെക്ടഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സീംലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും, റിഡ്യൂസ്ഡ് കൺജങ്ഷൻ ആയിരിക്കും, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി, അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള റൂട്ടിംഗ്, ഫ്ലൈറ്റ് ടൈംസ് റിഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. ഈഷാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന്റെ എല്ലാ കോർഡിനേഷൻസും, അതായത് അപ്പർ എയർ സ്പേസിലുള്ള പറക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന്റെ കോർഡിനേഷൻസ് കുറച്ചും കൂടെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് നാഗ്പൂരിൽ വെച്ചിട്ട് നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാ റീജിയനിലൂടെയുള്ള ഫ്ലൈറ്റ് അപ്രോച്ചിങ് ടൈം അതിനുവേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ ഇതുവഴി കൊടുക്കാൻ വേണ്ടി സാധിക്കും. SJVN inaugurates her first multi-purpose green hydrogen pilot project of the nation. SJVN ലിമിറ്റഡ് ഒരു സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി-പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രൊജക്ട് 1500 മെഗാവോൾട്ടിന്റെ നാദ്പ ജാക്രി ഹൈഡ്രോ പവർ സ്റ്റേഷൻ ജാക്രി ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ട് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ വെലോസിറ്റി ഓക്സിജൻ ഫ്യൂവൽ കോട്ടിംഗ് ഫെസിലിറ്റി ഓഫ് NJHPS വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് കരുതുന്നത്. ഇതിൽ കൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്യൂൽ സെൽ ഓഫ് 25 kW കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ശ്രീമതി ഗീത കപൂർ ആണ്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കമ്മീഷൻ IHRC ഒരു ന്യൂ ലോഗോ ആൻഡ് മോട്ടോ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പിക്ചറിൽ കാണുന്നതാണ് പുതിയ മോട്ടോയും ലോഗോയും. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അപെക്സ് അഡ്വൈസറി ബോഡിയാണ്. മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു അപെക്സ് ബോഡിയാണ്. ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1919 യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചറിന്റെ കീഴിലാണ് വരുന്നത്. ഇവര് റീസെന്റ് ആയിട്ട് ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിരുന്നു ഈ ലോഗോയും മോട്ടോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീ ശൗര്യ പ്രതാപ് സിംഗിന്റെ ഡിസൈൻ ആണ് ഇവർ സെലക്ട് ചെയ്തത്. ഈ ലോഗോയുടെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ലോട്ടസ് പെറ്റൽസ് കാണാൻ പറ്റും, അത് സിംബലൈസ് ചെയ്യുന്ന റിസൈലിയൻസിനെയാണ്. അതുപോലെ സർനാഥ് പില്ലാർ കാണാം, അത് ഇന്ത്യയുടെ റിച്ച് പാസ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്രൗൺ കളർ തീം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ മിഷൻ, അതായത് മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പ്രിസർവ് ചെയ്യാനുള്ള മിഷനെയാണ് അണ്ടർസ്കോർ ചെയ്യുന്നത്. പിന്നെ മോട്ടോ ഉണ്ട്, വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളത്. IHRCയുടെ കമ്മിറ്റ്മെന്റ്, അതായത് മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കളക്ട് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനുള്ള IHRCയുടെ കമ്മിറ്റ്മെന്റ് എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ഒരു മോട്ടോയും കൂടിയാണ് ഇത്. CDOT and IIT Jodhpur partnered for AI in 5G network management. CDOT and Indian Institute of Technology ജോധ്പൂറും ചേർന്നിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് 5G and beyond നെറ്റ്വർക്കിന്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സർവീസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രൈമറി ഗോൾ ഓഫ് ദി പ്രൊജക്ട് എന്ന് പറയുന്നത് AI ഫ്രെയിംവർക്ക് ഓട്ടോമാറ്റഡ് നെറ്റ്വർക്ക് മാനേജ്മെന്റിനും ഫോൾട്ട് ഡിറ്റക്ഷനും ഡയഗ്നോസ്റ്റിക് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. Tamil Nadu and Kerala to conduct first synchronized Nilagiri Tar census from April 29. Nilagiri Tar project എന്ന് പറയുന്നത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് തമിഴ്നാടു ആണ്. 2023 ഒക്ടോബറിൽ തമിഴ്നാട് CM ആയിട്ടുള്ള MK സ്റ്റാലിനാണ് ഇത് ലോഞ്ച് ചെയ്തത്. നമുക്കറിയാം തമിഴ്നാടുവിന്റെ സ്റ്റേറ്റ് അനിമൽ ആണ് നീലഗിരി താർ. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു സിംഗ്രണൈസ്ഡ് സെൻസസ് നീലഗിരി താറിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്നത്. അത് കേരളവുമായിട്ട് ചേർന്നിട്ടാണ് ഈ സെൻസസ് നടക്കുന്നത്. നൊവാക് ജോക്കോവിക് named Laureus World Sportsman of the Year for the 5th time. 5ാമത്തെ പ്രാവശ്യമാണ് വേൾഡ് നമ്പർ 1 താരമായിട്ടുള്ള നൊവാക് ജോക്കോവിക്കിന് ലോറിയസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നത്. സ്പോർട്സ് വുമൻ ഓഫ് ദി ഇയർ അവാർഡ് എന്ന് പറയുന്നത് സ്പാനിഷ് ഫുട്ബോളർ എയ്റ്റന ബോൺമാറ്റിക് ആണ് കിട്ടിയത്. ICC റോബ്സ് ഇൻ ഉസൈൻ ബോൾട്ട് ആസ് 2020 വേൾഡ് കപ്പ് അംബാസിഡർ. ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ് വളരെ ലെജൻഡ് ആയിട്ടുള്ള ഉസൈൻ ബോൾട്ടിന് അപ്കമിംഗ് 2020 വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ആൻഡ് USA ഫ്രം അവര് തമ്മിൽ പ്ലേ ചെയ്യുന്ന 2020 വേൾഡ് കപ്പ് ആണ് നടക്കാൻ പോകുന്നത് ജൂൺ 1 മുതൽ 29 വരെ. ഇപ്പൊ ജമൈക്ക ബോർൺ ആയിട്ടുള്ള ഒരാളാണ് ബോൾട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം 2008 ഒളിമ്പിക്സിൽ വളരെയധികം ഹിസ്റ്ററി തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹം 100 മീറ്ററിലും 200 മീറ്ററിലും 4x100 മീറ്റർ റേസസിലും വേൾഡ് റെക്കോർഡോട് കൂടിയാണ് വിൻ ചെയ്തത്. 8 ടൈം ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് അദ്ദേഹം. ബോൾട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 3 കോൺസിക്യൂട്ടീവ് ഒളിമ്പിക്സിൽ 100 മീറ്ററിലും 200 മീറ്ററിലും ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. ബീജിംഗിൽ 2008, ലണ്ടനിൽ 2012, റിയോ ഒളിമ്പിക്സ് 2016. മാർക്കസ്
Stoinis registers highest individual score during one chase in IPL history. അപ്പൊ ഓസ്ട്രേലിയ ലക്നൗ സൂപ്പർ ജെയിൻസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസ് IPL സ്കോർ ചെയ്യുന്ന ഹയസ്റ്റ് സ്കോർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് മാറിയിരിക്കുകയാണ്. 124 in 63 balls. അപ്പൊ ക്രിസ് ഗെയില് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ IPL ക്രിക്കറ്റിന് ഒരു റെക്കോർഡ് ഹോൾഡ് ചെയ്തിരുന്നു. 66 ബോൾസിൽ നിന്ന് 175 റൺസ്. അപ്പൊ ഗെയിലിന്റെ ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് എഗെയിൻസ്റ്റ് ആയിട്ട് സഹാറ പൂനെ വാരിയേഴ്സ് IPL 2013 13-ലാണ് ഉഗാണ്ട നെയിം അഭയ് ശർമ്മ as head coach ahead of 2020 World Cup. ഉഗാണ്ട ഈ കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ 20 ടേംസ് ഉള്ള ടൂർണമെന്റ് ഉഗാണ്ടയുണ്ട്. അഭയ് ശർമ്മേനെ അവരുടെ ഹെഡ് കോച്ച് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ അണ്ടർ 90s ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് ടീമിന്റെയും ഡൽഹി രഞ്ജി ട്രോഫി ടീമിന്റെ ഒക്കെ ഹെഡ് ആയിരുന്നു അദ്ദേഹം. വേൾഡ് വെറ്റിനറി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വർഷവും ഏപ്രിലിലെ ലാസ്റ്റ് സാറ്റർഡേ ആണ്. അപ്പൊ ഈ വർഷം അത് 28 ഏപ്രിലാണ് വന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് വെറ്ററിനിയൻസ് ആർ എസെൻഷ്യൽ ഹെൽത്ത് വർക്കേഴ്സ് എന്നുള്ളതാണ്. വേൾഡ് വെറ്റിനറി അസോസിയേഷൻ ആണ് ഈ ഒരു വേൾഡ് വെറ്റിനറി ഡേ 2000 മുതൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBI ഡെപ്യൂട്ടി ഗവർണർ ടി രാബി ശങ്കർ ഗെറ്റ്സ് 1 year tenure extension. അപ്പൊ മെയ് 3 ഈ വർഷമാണ് അദ്ദേഹം വന്നത്. മെയ് 2021 അദ്ദേഹത്തിന് 3 വർഷത്തേക്കുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് വരുന്നത്. MD പാത്ര, M രാജേഷ് റാവു, J സ്വാമിനാഥൻ ആൻഡ് ടി രാബിശങ്കർ. അങ്ങനെ മിഖായൽ പാത്രയ്ക്ക് ഒരു വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ്. ആക്സിസ് ബാങ്ക് reappoints അമിതാഭ് ചൗധരി as MD and CEO for 3 more years. അപ്പൊ ചൗധരി ആക്സിസ് ബാങ്കിന്റെ MD and CEO ആയിട്ട് വരുന്നത് ജനുവരി 1, 2019 ആക്സിസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അഹമ്മദാബാദിൽ ഇത് ഫൗണ്ട് ചെയ്തത് 1993. ആക്സിസ് ബാങ്ക് ഓവർടുക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ടു ബിക്കം 4th largest bank in market value. ഇപ്പോൾ RBI റീസെന്റ് ആയിട്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ബാൻ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള 4ാമത്തെ ബാങ്ക് ആയിട്ട് ആക്സിസ് ബാങ്ക് കൊട്ടക് മഹീന്ദ്രനെ മറികടന്നുകൊണ്ട് വന്നു. ടോപ്പ് 3 ഇന്ത്യൻ ബാങ്ക്സ് മാർക്കറ്റ് വാല്യൂ ബേസിൽ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിനാണ് ഫസ്റ്റ് റാങ്ക്, SBIക്ക് സെക്കൻഡ് റാങ്ക്, ICICI ബാങ്കിനാണ് തേർഡ് റാങ്ക്. ഫോർമർ റെസ്ലറും ആയിട്ടുള്ള നരസിംഗ് യാദവ് WFI 7-member അത്ലറ്റ്സ് പാനലിന്റെ ചെയർമാൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നരസിംഗ് പഞ്ചാം യാദവ് എന്ന് പറയുന്നത് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യസ് അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം അർജുന അവാർഡിയാണ് 2012. അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡലിസ്റ്റ് 2010 കിട്ടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിലും ഗോൾഡ് മെഡൽ 2010 കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എവർ ഹിന്ദി റേഡിയോ ബ്രോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ഇൻ കുവൈറ്റ്, സ്ട്രെങ്തനിങ് ടൈസ് ബിറ്റ്വീൻ 2 nations. അപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു 1 മില്യണോളം ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുവൈത്തിലുണ്ട്. അപ്പൊ ഇന്ത്യയുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ണറാണ് കുവൈത്ത്. 1996 മുതൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് കുവൈറ്റിൽ ഒരു ലീഗൽ ടെൻഡർ ആണ്. ഇപ്പൊ 2021-22 ഇവരുടെ നമ്മുടെ കുവൈറ്റിന്റെയും ഇന്ത്യയുടെയും ഡിപ്ലോമാറ്റിക് റിലേഷൻസിന്റെ 60ാമത്തെ ആനിവേഴ്സറി ആണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് എവർ ഹിന്ദി റേഡിയോ ബ്രോഡ്കാസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് എനർജി കോൺഗ്രസ് 2024. ഇപ്പൊ 26th വേൾഡ് എനർജി കോൺഗ്രസ് ആണ് റോട്ടർഡാം നെതർലാൻഡ്സിൽ വെച്ച് നടന്നത്. റീഡിസൈനിങ് എനർജി ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് തീം. ഇപ്പോ വേൾഡ് എനർജി കോൺഗ്രസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് എനർജി ഇവന്റ് ആണ്. ഗ്ലോബൽ എനർജി അജണ്ടയെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി CMD ആയിട്ടുള്ള പ്രദീപ് കുമാർ ദാസ് ഫിനാൻസിങ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നു. CMD ഇന്ത്യയുടെ അംബീഷ്യസ് ഗോള് അവിടെ ഹൈലൈറ്റ് ചെയ്തു. അതായത് 500 GW നോൺ ഫോസിൽ ഫ്യൂൽ എനർജി കപ്പാസിറ്റി 2030 ആകുമ്പോഴത്തേക്കും, അതുപോലെ 2070 ആകുമ്പോഴത്തേക്കും നെറ്റ് സീറോ എമിഷൻസ് അച്ചീവ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഗോൾസ്. ഓപ്പണിംഗ് സെറിമണി ഓഫ് ഫസ്റ്റ് ഗൾഫ് യൂത്ത് ഗെയിംസ് ടു പ്ലേസ് അറ്റ് ദുബായ് ഒപ്പറ. അപ്പൊ GCC യൂത്ത് ഗെയിംസ് UAE 2024 ദുബായ് ഒപ്പറയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. GCC എന്ന് പറയുന്നത് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ആണ്. 3500 അത്ലറ്റ്സ് ആണ് ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. 24 സ്പോർട്സ് ഐറ്റംസ് ആണ്. മെയിനായിട്ട് സസ്റ്റൈനബിലിറ്റി, യൂണിറ്റി ആൻഡ് യൂത്തിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയാണ് നടക്കുന്നത്. പ്രാവശ്യത്തെ തീം അവർ ഗൾഫ് ഈസ് വൺ, അവർ യൂത്ത് ആർ പ്രോമിസിംഗ് എന്നുള്ളതാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നേഷൻസ് UAE, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ എന്നിവരൊക്കെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് എൻറ്റർ IPL റെക്കോർഡ് ബുക്സ് ഫോർ മോസ്റ്റ് സിക്സസ് ഇൻ സിംഗിൾ സീസൺ. ഒരു സിംഗിൾ സീസണിൽ തന്നെ, അതായത് 8 മാച്ചിൽ 100 സിക്സസിന്റെ സ്ട്രൈക്ക് നേടിയിരിക്കുകയാണ് ഹൈദരാബാദിലെ ടീം.
Arjun Gaputha breaches air rifle world record in Olympic selection trials. So in men's 10-meter air rifle ആണ്. So his tally of 254 was 0.3 above the mark set by fellow finalist and India teammate Divyash Singh Panwar at the Cairo World Cup earlier this year. അപ്പോൾ മാർക്ക് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ എബവ് ആയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സോ അദ്ദേഹം വേൾഡ് റെക്കോർഡ് ബ്രീച്ച് ചെയ്തിരിക്കുകയാണ്. Indian parachuter Mona Agarwal claimed a gold medal at World Shooting Para Sports Tournament. ഇപ്പോൾ വേൾഡിൽ തന്നെ ഷൂട്ടിംഗ് പാരാ സ്പോർട്സ് ടൂർണമെന്റ് ചക്വോൺ കൊറിയയിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടെ അഗർവാളിന് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുകയാണ് വുമൺസ് 10-meter എയർ റൈഫിളില്. ആർമി മാൻ ആയിട്ടുള്ള അമീർ അഹമ്മദ് ഭട്ടിന് 25-meter പിസ്റ്റൾ സിൽവറും കിട്ടിയിട്ടുണ്ട്. KAIST researchers develop high power fast charging sodium ion battery. ഇപ്പൊ KAIST എന്ന് പറയുന്നത് കൊറിയ അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ചേഴ്സ് ആണ്, സൗത്ത് കൊറിയൻ റിസർച്ചേഴ്സ് ആണ്. അവർ ഹൈ പവർ ഹൈബ്രിഡ് സോഡിയം അയൺ ബാറ്ററി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അത് സെക്കൻഡ്സ് കൊണ്ട് തന്നെ ചാർജ് ആവുന്ന ഒരു ബാറ്ററിയാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 times മോർ അബണ്ടന്റ് ആണ് ലിഥിയത്തിനേക്കാളും. അപ്പൊ സോഡിയം അയോൺ ഇലക്ട്രോ കെമിക്കൽ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചീപ്പർ ആണ്, പൊട്ടൻഷ്യലി കുറച്ചും കൂടെ ഫീസിബിൾ ആണ്, ഒരു ഫീസിബിൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് പറയാം. The SCO Defense Ministers meeting in Kazakhstan endorses One Earth, One Family, One Future. So Shanghai Corporation Organization ആണ് SCO. അവരുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള ഗിരിധർ അർവനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ കസാഖിസ്ഥാനിൽ April 26 നടന്നത്. അപ്പൊ ഈ മീറ്റിംഗിൽ എല്ലാ ഡിഫൻസ് മിനിസ്റ്റേഴ്സും മെമ്പർ സ്റ്റേറ്റ്സിലെ എല്ലാ ഡിഫൻസ് മിനിസ്റ്റേഴ്സും ഓരോ പ്രോട്ടോകോൾ സൈൻ ചെയ്തിരുന്നു. അപ്പോൾ അവർ എഗ്രി ചെയ്തത് കുറച്ച് ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇന്ത്യയിലെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഫിലോസഫിയിൽ നിന്നെടുത്ത റൂട്ടിൽ നിന്നാണ് ഈ ഒരു ഐഡിയ വരുന്നത്. യുവരാജ് സിംഗ് നെയ്മഡ് ICC Men's 2020 World Cup 2024 അംബാസിഡർ. അപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അനൗൺസ് ചെയ്തു ഇന്ത്യയുടെ ലെജൻഡറി ആയിട്ടുള്ള ക്രിക്കറ്റർ യുവരാജ് സിംഗ് ICC Men's 2020 World Cup 2024 അംബാസിഡർ ആകുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു ഓവറിൽ 36 റൺസ് ഫേമസ് ആയിട്ട് എടുത്ത ആദ്യത്തെ 2020 വേൾഡ് കപ്പിൽ 2017 എടുത്ത ഒരാളാണ്. ഇന്ത്യയിലെ വളരെയധികം പ്രൂവ് ചെയ്ത ഒരു സ്പോർട്സ്മാൻ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം he joins Chris Gayle and Usain Bolt as the first ambassador to be announced, who will each add to the excitement of what will be the biggest 2020 World Cup ever. അപ്പൊ ക്രിസ് ഗെയിലും യുസൈൻ ബോൾട്ടും ഇതുപോലെ തന്നെ അംബാസിഡർ ആയിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ആ ഒരു കൂട്ടത്തിലേക്കാണ് യുവരാജ് സിംഗും വരുന്നത്. ICCയുടെ മെൻസ് 2020 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 1 മുതൽ 29 ജൂൺ വരെയാണ് നടക്കുന്നത്. കോ-ഹോസ്റ്റ് ചെയ്യുന്നത് USA ആണ്, ടേക്കിംഗ് ഓൺ കാനഡ. ഗ്രാൻഡ് പാരേരി സ്റ്റേഡിയം ടെക്സാസിൽ വെച്ചിട്ടാണ് ഓപ്പണിംഗ് സെറിമണി നടക്കുന്നത്. 29th ഏപ്രിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമി ഡേ ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ ആസ്ട്രോണമി ഡേ എന്ന് പറയുന്നത് ട്വൈസ് എ ഇയറിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. May 15 മുതൽ October 9 റെസ്പെക്റ്റീവ്ലി ആണ് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ, മൂൺ ഓഫ് സ്പ്രിംഗ് ആൻഡ് ഫോളിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാറ്. അപ്പൊ ഡോം ബർഗർ അദ്ദേഹമാണ് ആദ്യമായിട്ട് ആസ്ട്രോണമിക്കൽ അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയയുടെ ഹെഡ് പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വേൾഡ് ആസ്ട്രോണമി ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അദ്ദേഹം ആസ്ട്രോണമിയിലെ ഇൻട്രസ്റ്റ് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. Sana Mir named ambassador of ICC World's 2020 World Cup qualifier. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസില് പാകിസ്ഥാൻ ക്രിക്കറ്റ് ലെജൻഡ് ആയിട്ടുള്ള സന മിറിനെ അപ്കമിംഗ് ICC വുമൺസ് 2020 വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മിർ പാകിസ്ഥാനെ 226 ഇന്റർനാഷണൽ ഗെയിംസിൽ റെപ്രസെന്റ് ചെയ്തിരുന്നു. 137 എന്ന് പറയുന്നത് അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇൻവാലുബിൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇവന്റിൽ അദ്ദേഹത്തിനുള്ളത്. അപ്പൊ വുമൺസ് 2020 വേൾഡ് കപ്പ് ക്വാളിഫയർ എന്ന് പറയുന്നത് 10 ടീംസ് ആണ് ബാറ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ടീം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പായിട്ട് 5 പേര് അടങ്ങുന്ന 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ ടോപ്പ് 2 ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ളവർ സെമിഫൈനലിലേക്ക് വരും. വിന്നർ സെമിഫൈനലിൽ നിന്ന് സെക്യൂർ ദെയർ പ്ലേസ് ഇൻ 2020 വേൾഡ് കപ്പ് ലേറ്റർ ദിസ് ഇയർ. ഓക്കെ, അപ്പൊ സെമിഫൈനലിൽ നിന്ന് വരുന്ന ഒരാൾക്കാണ് ഫൈനലിൽ വരുന്നത്. ഫൈനലിൽ നിന്ന് 2 പേരിൽ ഒരാൾ വിന്നാവുകയും ചെയ്യും. April 30 ആയുഷ്മാൻ ഭാരത് ദിവസ്. ഇപ്പൊ ആയുഷ്മാൻ ഭാരത് ദിവസ് എന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗോൾസ് പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ദിവസമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗോൾസ്, അതായത് UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ചില ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ISRO used satellite remote sensing to analyze glacial lakes in Himalayas. ഇന്ത്യൻ
സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് ഡാറ്റ ബേസ്ഡുള്ള അനാലിസിസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഗ്ലേഷ്യൽ ലേക്സിന്റെ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് ഇന്ത്യൻ ഹിമാലയൻ റിവർ ബേസിൻസിന്റെ ഭാഗത്തുള്ള ഗ്ലേഷ്യൽ ലേക്സിന്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട റിമോട്ട് സെൻസിങ് ഡാറ്റാസ് ആണ് ഇവർ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് ഗ്ലേഷ്യൽ ലേക്സ് എന്ന് പറയുന്നത് ഫ്ലഡ് ഔട്ട്ബേസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള റിസ്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഔട്ട്ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും സെറ്റിൽമെന്റ്സും ഒക്കെ ഫ്ലഡിലാകാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ മെൻസ് വിൻ റിക്കർവ് ഗോൾഡ്. അപ്പൊ ഇന്ത്യൻ റിക്കർവ് മെൻസ് ടീം അതില് തരുൺദീപ് റായ്, പി ദിരാജ്, അതുപോലെ പ്രാവിൻ ജാദവ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ടോപ്പ് റാങ്ക് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. മഹേശ്വരി വിൻസ് ഒളിമ്പിക് കോട്ട പ്ലേസ് ഇൻ വുമൺസ് സ്കീറ്റ്. വുമൺസ് സ്കീറ്റില് മഹേശ്വരിക്ക് ഒളിമ്പിക് കോട്ട കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.